Good evening, all. Am I audible to you, everyone? Audible alle ellarkum? Thank you. Thank you, everyone. So, in the last class, we discussed just recollect here. The last class was on Tuesday. So, in the last class, we have discussed few concepts related to national income accounting. We have discussed the concepts like factor cost, basic price, then the concept of market price, and also we have in the last class we have covered factors of production കഴിഞ്ഞിരുന്നു. അതുപോലെ അതിന്റെ remunerations പറഞ്ഞു, circular flow of income പറഞ്ഞു, അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. So any doubt regarding that portion? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്? എനിവൺ? സൂര്യ മാം ഞാൻ കവർ ചെയ്യാം, മാഡത്തിന്റെ ഡൗട്ട് ഞാനിപ്പോ കവർ ചെയ്യാം. സോ എനി അതർ ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ്, അതുപോലെ ബേസിക് പ്രൈസ്, അതുപോലെ ഫാക്ടർ കോസ്റ്റ് എന്നീ 3 കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർമ്മ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും? സോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ഐറ്റം ഈസ് ഗെറ്റിംഗ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്ര വിലയ്ക്ക് വിറ്റുപോകുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ഐറ്റം ഈസ് ഓഫേർഡ് ഇൻ ദ മാർക്കറ്റ്, അതാണെന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് പറയുമ്പോൾ ഈ പറഞ്ഞ കൺസ്യൂമർ എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന പൈസയാണ് മാർക്കറ്റ് പ്രൈസ്. ആൻഡ് ദിസ് മാർക്കറ്റ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ബേസിക് പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് ദ പ്രൈസ് ഇൻകേർഡ് ബൈ ദ മാനുഫാക്ചറർ ഡ്യൂറിങ് പ്രൊഡക്ഷൻ. സോ ഒരു നിർമ്മാണ സമയത്ത് ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞ് വിപണിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന മുന്നേ ആയിട്ട് എത്രയാണോ ഒരു പ്രൊഡ്യൂസറിനായ പൈസ, അതാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് അല്ലെങ്കിൽ ബേസിക് പ്രൈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ബേസിക് പ്രൈസിലല്ല ഉൽപ്പന്നം വിപണി വിറ്റു പോകുന്നത്. ഈ ബേസിക് പ്രൈസിന് മേലെ ഗവൺമെന്റ് ഈടാക്കുന്ന പ്രൊഡക്റ്റ് ടാക്സ് വരുന്നു. അതുപോലെ തന്നെ ചില ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഗവൺമെന്റ് മേ ഗീവ് സം സബ്സിഡി, അതാണ് പ്രൊഡക്റ്റ് ടാക്സ് അതുപോലെ പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു when a government is imposing product tax on an item, ആ ഉൽപ്പന്നത്തിന്റെ വില എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ പ്രൊഡക്റ്റ് ടാക്സ് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സബ്സിഡി വിൽ റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ ഐറ്റം. ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കുന്നതാണ്. ഒരു നിർമ്മാതാവ് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഗവൺമെന്റ് പറയാണ്, ഓക്കെ നിങ്ങൾ എന്താ ഇത്ര ഉയർന്ന വിലക്ക് വിൽക്കണ്ട, വില കുറച്ച് കുറയ്ക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യാം, സബ്സിഡി പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നു. സോ യു ക്യാൻ സി, അതുകൊണ്ട് തന്നെ ഇൻ ദിസ് ഇക്വേഷൻ യു ക്യാൻ സി ബേസിക് പ്രൈസിന് മേലെ പ്രൊഡക്റ്റ് ടാക്സ് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നാൽ സബ്സിഡി എന്ത് ചെയ്യുന്നു? നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ്. അതിനുശേഷം പറഞ്ഞ ഒരു ടേമായിരുന്നു ബേസിക് പ്രൈസ്. ആൻഡ് ഈ ഡെഫിനിഷൻ ആണ് ഡൗട്ട് ചോദിച്ചത് മാഡം. സോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ it is the price received by the producer excluding the product taxes and including the product subsidies from the market price. So നമ്മുടെ പ്രൊഡക്റ്റ് ബേസിക് പ്രൈസിന്റെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ഇക്വേഷൻ? ഈ ഇക്വേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞ് വിപണിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിന് മേലെ ടാക്സ് വരാം, അതുപോലെ സബ്സിഡി എന്ത് ചെയ്യാം? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. സോ അന്ന് എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയില്ലേ? വി ഹാവ് ഡിസ്കസ്ഡ് ദ എക്സാമ്പിൾ ഓഫ് ശബരി കോക്കനട്ട് ഓയിൽ. അതിന് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു. സോ ഹിയർ യു ക്യാൻ സി
ബേസിക് പ്രൈസിന് മേലെ പ്രൊഡക്റ്റ് ടാക്സ് ആഡ് ചെയ്തു, സബ്സിഡി reduce ചെയ്തു. And from this equation, deduce the equation of market basic price. ഈ ഇക്വേഷൻ നിന്ന് ഞാൻ ബേസിക് പ്രൈസ് ഇക്വേഷൻ കണ്ടെത്താൻ പോവാണ്. എങ്ങനെ വരും? ബേസിക് പ്രൈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ്, കാരണം എന്താ, ഈ പറഞ്ഞ LHS RHS വെച്ച് നോക്കുമ്പോ ഇവിടെയുള്ള വാല്യൂ ഇപ്പറ വരുമ്പോ എന്താവും? നെഗറ്റീവ് ആവും. മാർക്കറ്റ് പ്രൈസ് മൈനസ് പ്രൊഡക്റ്റ് ടാക്സ്. ഇവിടെ മൈനസ് ആയ വാല്യൂ ഇപ്പറ വരുമ്പോ പ്ലസ് ആവും, പ്രൊഡക്റ്റ് സബ്സിഡി. സോ ഹിയർ യു ക്യാൻ സി basic price equal to market price minus product tax plus product subsidy. So ഈ ഇക്വേഷൻ ആണ് ഇവിടെ ലിറ്ററേച്ചറിൽ പറഞ്ഞേക്കുന്നത്. സോ ദ സെയിം ഇക്വേഷൻ ഈസ് ഇലാബറേറ്റഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, ഇറ്റ് ഈസ് ദ പ്രൈസ് റിസീവ്ഡ് ബൈ ദ പ്രൊഡ്യൂസർ എക്സ്ക്ലൂഡിംഗ് പ്രൊഡക്റ്റ് ടാക്സ്. കണ്ടോ, പ്രൊഡക്റ്റ് ടാക്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ പ്രൊഡക്റ്റ് സബ്സിഡി എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. That is why it is said that it is the price received by the producer excluding the product tax and including the product subsidy. അതിന് കാരണം എന്താ? ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ്. അതുപോലെ പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞിരുന്നു, പ്രൊഡക്റ്റ് ടാക്സ് ഈസ് പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. ഓരോ ഉൽപ്പന്നത്തിനും ഗവൺമെന്റ് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ടാക്സ് ഈടാക്കുന്നു. സോ ഉൽപ്പന്നം മാറുന്നതനുസരിച്ച് അവയ്ക്ക് മേലെയുള്ള ടാക്സ് മാറാം. സോ പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നം സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. കൂടുതൽ ഉൽപ്പന്നം, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ്. ഇപ്പൊ ഞാൻ കൂടുതൽ സാധനം വാങ്ങുവാണെങ്കിൽ ആ കൂടുതൽ സാധനത്തിന് എന്ത് ചെയ്യണം? ഞാൻ ടാക്സ് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു പേ ടാക്സ് ഓൺലി ഓൺ ദാറ്റ് ബിസ്ക്കറ്റ്. ഞാനിപ്പം 10 ബിസ്ക്കറ്റ് വാങ്ങുകയാണെങ്കിൽ ഐ ഹാവ് ടു പേ ടാക്സ് ഓൺ 10 ബിസ്ക്കറ്റ്. സോ പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കൺസ്യൂം. നേരെ മറിച്ച് പ്രൊഡക്ഷൻ ടാക്സ് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? വെൻ വി ഡിഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ബേസിക് പ്രൈസ് റിലേറ്റിംഗ് വിത്ത് ഫാക്ടർ കോസ്റ്റ്, ഫാക്ടർ കോസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ബേസിക് പ്രൈസ് ഇക്വേഷൻ പറഞ്ഞപ്പോ വി ആർ ഡിസ്കസ് ദാറ്റ് ബേസിക് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി. സോ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആൻ എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞേ, മോട്ടോർ വെഹിക്കിൾ ടാക്സ് നമ്മുടെ കോവിഡ് കാലത്തും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. പക്ഷെ എന്നിരുന്നാലും കോവിഡ് കാലത്ത് ഈവൻ ദോ ദ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആർ നോട്ട് വർക്കിംഗ്, അവർ വർക്ക് ചെയ്യുന്നില്ല, അവര് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എന്നിട്ടും അവരെന്ത് ചെയ്യണം? ഈ ടാക്സ് കൊടുക്കേണ്ടി വന്നില്ലേ? സോ നോക്കുവാണെങ്കിൽ ലാൻഡ് റവന്യൂ എക്സാമ്പിൾ അന്ന് പറഞ്ഞു, ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലാൻഡില് സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനി വർക്ക് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് ഗവൺമെന്റ് അറിയണമെന്നില്ല. ആ കമ്പനി ഉണ്ടെങ്കിൽ, ആ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ കമ്പനി സപ്പോസ് ടു പേ, അതാണ് ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ ഫീ, ലൈസൻസ് ഫീ, ദെൻ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ടാക്സ് നമുക്ക് വേണമെങ്കിൽ പറയാം പ്രൊഡക്ഷൻ ടാക്സ് എന്ന്. സോ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ദെൻ മറ്റൊരു ടേം ആയിരുന്നു പ്രൊഡക്ഷൻ സബ്സിഡി. എന്തായിരുന്നു? ദീസ് ആർ ദ സബ്സിഡീസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ടു ദ പ്രൊഡ്യൂസേഴ്സ് സോ ദാറ്റ് their production cost is reduced. നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് സബ്സിഡി, ഇറ്റ് ഈസ് സ്പെസിഫിക് ടു ദ പ്രൊഡക്റ്റ്. ആൻഡ് എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് പ്രൊഡക്റ്റ് സബ്സിഡി കൊടുക്കുന്നത്? ഈ പറഞ്ഞ ഉൽപ്പന്നം വിപണിയിൽ എത്തുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യണം? കൺസ്യൂമറിന് ലഭിക്കണം. സോ കൺസ്യൂമർ വാങ്ങാൻ കട ചെല്ലുമ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്യണം? കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം വാങ്ങാൻ കഴിയണം. അതിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞ ശബരി വെളിച്ചെണ്ണയുടെ കാര്യം. ഇവിടെ നോക്കുക, പ്രൊഡക്ഷൻ സബ്സിഡി എന്നാ പറഞ്ഞത്. ഇവിടെ എന്താ പ്രത്യേകത? നിർമ്മാതാവ് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന വേളയിൽ അയാളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്ന ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യമാണെന്ത്? പ്രൊഡക്ഷൻ സബ്സിഡി. സോ പ്രൊഡക്ഷൻ സബ്സിഡി നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി സെന്റേർഡ് അറൌണ്ട് ദ പ്രൊഡ്യൂസർ ആണ്. പ്രൊഡ്യൂസറിന് ചുറ്റുമാണ് എന്ത്? പ്രൊഡക്ഷൻ സബ്സിഡി ഇരിക്കുന്നത്.
നേരെ മറിച്ച് പ്രൊഡക്റ്റ് സബ്സിഡി ഇരിക്കുന്ന എവിടാണ്? കൺസ്യൂമറിന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ സബ്സിഡി ആൻഡ് പ്രൊഡക്റ്റ് സബ്സിഡി. ഓക്കെ, ക്ലിയർ ആണോ മാം? സൂര്യ മാം ക്ലിയർ ആണോ? സോ എനി അതർ ഡൗട്ട്? മാഡം മാത്രമേ ഡൗട്ട് ചോദിച്ചുള്ളൂ, വേറെ ആരും ചോദിച്ചില്ല. എനി അതർ ഡൗട്ട്? ഓക്കെ, ആരുമില്ല. സോ ഞാൻ പറയുന്നു, ബിഫോർ വി സ്റ്റാർട്ട് എവറി സെഷൻ, the first 15 minutes is allocated for doubt clearance ആണ്. മുന്നേ പഠിച്ച ക്ലാസ്സിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് 15 മിനിറ്റ്സ് ഞാൻ എടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കാം, അല്ല അതിന് മുന്നേ ചോദിക്കാം. എന്നോട് ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഇടയ്ക്ക് രണ്ടുപേരും എന്നോട് ചോദിച്ചിരുന്നു, ഡൗട്ട് ചോദിച്ചിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർ ദ ഡൗട്ട്. എനിക്ക് മാക്സിമം ഒക്കെ ചോദിച്ചിരുന്നു ഡൗട്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ അഡിഷൻ. സോ ആർക്കും ഡൗട്ട് ഇല്ല എന്ന വിശ്വാസത്തിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ അഡിഷൻ. സോ നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ, പൊതുവെ ഹിന്ദു ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, whenever there is a news regarding economic growth of India, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും വാർത്തയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പൊതുവെ കാണുന്ന ഒരു ടേം ഉണ്ട്, GVA എന്നൊരു ടേം കാണാം. ഗ്രോസ് വാല്യൂ അഡിഷൻ. ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ GVA എന്നൊരു ടേം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്താണ് ഈ പറഞ്ഞ ഗ്രോസ് വാല്യൂ അഡിഷൻ, അല്ലെങ്കിൽ എന്താണ് വാല്യൂ അഡിഷൻ ഇൻ ദ എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വാല്യൂ അഡിഷൻ സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് output of a firm and value of inputs bought by the firm. So ഒരു ഫേം ഉണ്ടാക്കിയ ഔട്ട്പുട്ടിൽ നിന്ന്, ഒരു ഫേം ഉണ്ടാക്കിയ ഔട്ട്പുട്ട് വാല്യൂവിൽ നിന്ന് ഇൻപുട്ട് വാല്യൂ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. സോ ഇൻ സിമ്പിൾ ടേംസ് ദ ടേം വാല്യൂ അഡിഷൻ എന്ന ടേം നമുക്ക് സിമ്പിൾ ടേംസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് എ ഫേം, അതായത് ഒരു കമ്പനി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ വിലയിൽ നിന്ന് ആ കമ്പനിക്ക് ചെലവായ ഇൻപുട്ട് കോസ്റ്റ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. സോ ഒരു കമ്പനി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ വിലയിൽ നിന്ന് ആ കമ്പനിക്ക് ആയ ഇൻപുട്ട് ചെലവ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വാല്യൂ അഡിഷൻ. So we are going to discuss the concept of value addition via an example. For example വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ വാല്യൂ അഡിഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് we are going to consider an economy X. X എന്നാണ് നമ്മുടെ എക്കണോമിയുടെ പേര്. ആൻഡ് ഈ എക്കണോമിയിൽ ഒരു ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ now we are going to discuss an economic transaction in this economy. So ഈ എക്കണോമിയിൽ we can see there is a farmer, a കർഷകനുണ്ട്, and he produces wheat. പുൽക്കാരൻ എന്ത് ചെയ്യുന്നു? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ വീറ്റ് ഇദ്ദേഹം ഒരു മില്ലറിന് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ മില്ലർ കൺവേർട്സ് ദിസ് വീറ്റ് ഇൻടു വീറ്റ് ഫ്ലോർ. ഓക്കെ, എന്താ പറഞ്ഞേ? ഒരു കർഷകനുണ്ട്, ഒരു കർഷകൻ ഈ പറഞ്ഞ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗോതമ്പ് നിർമ്മിക്കുന്നു. ഈ നിർമ്മിച്ച ഗോതമ്പ് കർഷകൻ ആർക്ക് കൊടുക്കുന്നു? മില്ലറിന്, നമ്മുടെ ധാന്യപ്പൊടിക്കാരന് കൊടുക്കുന്നു. ധാന്യപ്പൊടിക്കാരൻ ഈ ഗോതമ്പ് കൊണ്ട് ഗോതമ്പ് പൊടി നിർമ്മിക്കുന്നു. ആൻഡ് ഹി സപ്ലൈയിങ് ദിസ് വീറ്റ് ഫ്ലോർ ടു എ ബേക്കർ. ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഒരു ബേക്കറിന് ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ സപ്ലൈ ചെയ്യുക. ആൻഡ് ദിസ് ബേക്കർ ഈസ് പ്രൊഡ്യൂസിങ് കേക്ക്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേക്ക് നിർമ്മിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബേക്കർ. ആൻഡ് ഈ ബേക്കർ ഈ കേക്ക് ഈ സപ്ലൈങ് ടു കഫേ കോഫി ഡേ ഇരിക്കട്ടെ. നമ്മുടെ കേക്ക് എന്ത് ചെയ്യുന്നു? കഫേ കോഫി ഡേ സപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് കഫേ കോഫി ഡേ എന്ത് ചെയ്യും? ഈ കേക്കിന് മേലെ ബ്രാൻഡ് ഒക്കെ പതിപ്പിച്ച് ആൻഡ് ദേ ആർ ഗോയിങ് ടു സെൽ ദിസ് കേക്ക് ടു എ കൺസ്യൂമർ.
ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഈ സാധനം വിൽക്കുന്നു. സോ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്? ഒരു ഫാമർ ഉണ്ട്, പുള്ളിക്കാരൻ ഗോതമ്പ് നിർമ്മിച്ചു, ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഗോതമ്പ് നമ്മുടെ ഫാമർ ഒരു മില്ലറിന് സപ്ലൈ ചെയ്തു, ധാന്യപ്പൊടിക്കാരന് സപ്ലൈ ചെയ്തു. ആ ധാന്യപ്പൊടിക്കാരൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ട് വീറ്റ് ഫ്ലോർ ഉണ്ടാക്കി. ആ വീറ്റ് ഫ്ലോർ ഒരു ബേക്കറിന് സപ്ലൈ ചെയ്തു. ബേക്കർ എന്ത് ചെയ്തു, ഈ വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേക്ക് നിർമ്മിച്ചു. ആൻഡ് ബേക്കറി കേക്ക് കഫേ കോഫി ഡേക്ക് സപ്ലൈ ചെയ്തു. ആൻഡ് ഈ കഫേ കോഫി ഡേ എന്ത് ചെയ്തു, ഈ കേക്ക് വാങ്ങിച്ചത് ബ്രാൻഡ് ഒക്കെ ചെയ്ത് ഈ പാക്ക് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ കൺസ്യൂമറിന് സെൽ ചെയ്യണം. Now we are going to see the value of this item. ഈ ഓരോ ഉൽപ്പന്നത്തിന്റെ വാല്യൂ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫാമർ 1 കിലോ വീറ്റ് ആണ് നിർമ്മിച്ചത്. സപ്പോസ് നമ്മുടെ കർഷകൻ 1 കിലോ ഗോതമ്പാണ് നിർമ്മിച്ചെന്ന് വിചാരിക്കുക. ആൻഡ് ഈ 1 കിലോ ഗോതമ്പ് കർഷകൻ 10 രൂപയ്ക്കാണ് വിറ്റത്. സോ 10 റുപ്പീസിന് നമ്മുടെ ഫാമർ എന്ത് ചെയ്തു, 1 കിലോ വീറ്റ് ആർക്ക് വിറ്റു, നമ്മുടെ മില്ലറിന് വിറ്റു. ആൻഡ് മില്ലർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ വീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗോതമ്പൊടി ഉണ്ടാക്കി. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു സെൽ ദിസ് വീറ്റ് ഫ്ലോർ അറ്റ് ദ കോസ്റ്റ് ഓഫ് 20 റുപ്പീസ്. 20 രൂപയ്ക്ക് എന്ത് ചെയ്തു, നമ്മുടെ വീറ്റ് ഫ്ലോർ ആര് വിൽക്കുകയാണ്, മില്ലർ ബേക്കറിന് വിൽക്കുകയാണ്. ആൻഡ് ബേക്കർ എന്ത് ചെയ്യുന്നു, ബേക്കർ 20 രൂപയ്ക്ക് ഈ വീറ്റ് ഫ്ലോർ വാങ്ങിച്ചു. ഹി ഈസ് പ്രൊഡ്യൂസിങ് എ കേക്ക് ആൻഡ് ഹി ഈസ് സെല്ലിംഗ് ദിസ് കേക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 50 റുപ്പീസ്. 50 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബേക്കർ ഈ കേക്ക് കഫേ കോഫി ഡേക്ക് വിൽക്കുകയാണ്. ആൻഡ് കഫേ കോഫി ഡേ ഓഫ് CCD എന്ത് ചെയ്യുന്നു, 100 രൂപയ്ക്ക് ഈ കേക്ക് കൺസ്യൂമറിന് വിൽക്കുന്നു. ട്രാൻസാക്ഷൻ മനസ്സിലായാലോ? സോ നോക്കുവാണെങ്കിൽ, വില നോക്കുകയാണെങ്കിൽ വീറ്റിന്റെ പ്രൈസ് 10 രൂപ, വീറ്റ് ഫ്ലോർ ആണെങ്കിൽ 20 രൂപ, കേക്ക് ആണെങ്കിൽ കേക്ക് ബൈ ബേക്കർ ആണെങ്കിൽ 50 രൂപ, CCDയുടെ കേക്ക് ആണെങ്കിൽ 100 രൂപ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഐറ്റംസ് വിച്ച് ഈസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ വിപണിയിൽ വിറ്റുപോയ ഉൽപ്പന്നങ്ങളുടെ വിലയാ പറഞ്ഞത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദ വാല്യൂ അഡിഷൻ മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദീസ് ഫേം. ഈ പറഞ്ഞ 4 ഫേംസിൽ ഓരോ ഫേംസ് നടത്തിയ വാല്യൂ അഡിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നോക്കുക, നമ്മുടെ ഫാമർ, സപ്പോസ് നമ്മുടെ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് ദിസ് വീറ്റ് വിത്തൗട്ട് യൂസിങ് എനി ഇൻപുട്ട്. നമ്മുടെ കർഷകൻ 1 കിലോയുടെ ഈ ഗോതമ്പ് നിർമ്മിച്ചത് അയാളുടെ കയ്യിലുള്ള മുന്നേ സേവ് ചെയ്ത ഇൻപുട്ട് ആണെന്ന് വിചാരിക്കുക, മുന്നേ സേവ് ചെയ്ത സീഡ് ഉപയോഗിച്ച് നിർമ്മിച്ചെന്ന് വിചാരിക്കുക. സോ എന്താണ്, നമ്മുടെ ഫാമറിന്, വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫാമർ ഡിഡ് നോട്ട് ഇൻകേർഡ് എനി ഇൻപുട്ട് കോസ്റ്റ്. നമ്മുടെ ഫാമർ എന്ത് വന്നില്ല, ഇൻപുട്ട് കോസ്റ്റ് ഒന്നും ആയില്ല. ഓക്കെ, നമ്മുടെ എക്സാമ്പിളില് ദ ഫാമർ ഡിഡ് നോട്ട് ഹാഡ് എനി ഇൻപുട്ട് കോസ്റ്റ്. നമ്മൾ ഫാമറിന് ഇൻപുട്ട് കോസ്റ്റ് ഒന്നും ആയില്ല നമുക്ക് കാണാൻ കഴിയും. സോ നമ്മുടെ ഫാമർ 10 രൂപയ്ക്ക് ഈ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, 10 രൂപയ്ക്ക് ഈ പറഞ്ഞ ഗോതമ്പ് വിൽക്കുമ്പോൾ അയാൾക്ക് എന്തോ ഉണ്ടായില്ല, ഇൻപുട്ട് കോസ്റ്റ് അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇൻ ദിസ് എൻഡ് ട്രാൻസാക്ഷൻ വി ആർ കൺസിഡറിംഗ് ദാറ്റ് there is no tax or subsidy. എന്തില്ല, ഇവിടെ ടാക്സോ സബ്സിഡിയോ എന്ന കമ്പണന്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണ്. സോ നമ്മുടെ അസംഷൻസ് കുറെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെ അസംഷൻസ്? ഫസ്റ്റ് അസംഷൻ പറഞ്ഞത് ദ ട്രാൻസാക്ഷനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ എക്കണോമിക് ട്രാൻസാക്ഷൻ, വീറ്റ് ഫ്ലോർ, കേക്ക്, ബ്രാൻഡഡ് കേക്ക്. അത് കഴിഞ്ഞ അസംഷൻ എന്താണ്, നമ്മുടെ ടാക്സോ സബ്സിഡിയോ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വി ആർ സെയിങ് ദാറ്റ് there is no input cost incurred by the farmer. നമ്മുടെ കർഷകന് യാതൊരുവിധ ഇൻപുട്ട് ചെലവും ഉണ്ടായില്ല, അയാൾക്ക് ഈ പറഞ്ഞ ഇൻപുട്ട് കോസ്റ്റ് ഉണ്ടായില്ല എന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ 10 രൂപയ്ക്ക് നമ്മുടെ കർഷകൻ 1 കിലോ വീറ്റ് മില്ലറിന് സപ്ലൈ ചെയ്യുമ്പോൾ 10 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു, വിറ്റു. ദ വാല്യൂ addition made by the farmer in this transaction, 10 രൂപയ്ക്ക് വീറ്റ് നിർമ്മിച്ച് വിൽക്കുന്ന വേളയിൽ ഫാമർ നടത്തിയ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ്, ഞാൻ ഇക്വേഷൻ പറഞ്ഞല്ലോ, എന്താണ്, ഔട്ട്പുട്ട് കോസ്റ്റ് മൈനസ് ഇൻപുട്ട് കോസ്റ്റ്
incurred by a firm. So ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് കോസ്റ്റിൽ നിന്ന്, ഒരു ഉൽപ്പന്നം വിൽക്കുന്ന വിലയിൽ നിന്ന് അവർക്കായ ചെലവ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതാണ് എന്ത്, വാല്യൂ അഡിഷൻ. സോ ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു. ദി ഇക്വേഷൻ എന്തായിരുന്നു? ഔട്ട്പുട്ട് കോസ്റ്റ് മൈനസ് ഇൻപുട്ട് കോസ്റ്റ് എന്ന് സിംപ്ലി പറയാം. സോ വി ക്യാൻ സി ഇവിടെ എന്താണ്, 10 രൂപയാണ് ഔട്ട്പുട്ട് കോസ്റ്റ്. അയാളുടെ സാധനം വിൽക്കുന്ന സമയത്ത് വിൽക്കുന്ന വേളയിലെ പൈസ 10 രൂപ. ഇനിയും ഇൻപുട്ട് കോസ്റ്റ് എത്രയാണ്? ഇൻപുട്ട് കോസ്റ്റ് 0 ആണ്, 0 ആണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞു ഫാമർ മുന്നേ സേവ് ചെയ്ത് സീഡ് ഉപയോഗിച്ചത്. ഹി ഡിഡ് നോട്ട് പർച്ചേസ് എനി സീഡ്. അയാൾ പുതിയ സീഡ് ഒന്നും വാങ്ങിച്ചില്ല. അയാൾക്ക് പണ്ട് കൃഷി ചെയ്തപ്പം സേവ് ചെയ്ത സീഡ് ആയിരിക്കും. സോ ദർ ഇസ് നോ ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫാമർ. സോ വാല്യൂഷൻ എത്ര ആയിരിക്കും? വാല്യൂഷൻ is equal to 0, which is equal to 10 rupees. That is the value addition done by the farmer. അടുത്ത് നോക്കാണ് മില്ലർ. സോ മില്ലറിന്റെ കേസ് നോക്കുമ്പോ മില്ലർ ഈ പറഞ്ഞ ഗോതമ്പ് പൊടി ഉണ്ടാക്കി വിൽക്കുകയാണ്. 20 രൂപയാണ് അയാളുടെ ഔട്ട്പുട്ട് കോസ്റ്റ്. അയാൾ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പ് പൊടിയുടെ വിലയാണ് 20 രൂപ. ആ രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. സോ ഔട്ട്പുട്ട് കോസ്റ്റ് ഓഫ് ദ വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ്ഡ് ബൈ മില്ലർ എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ഈ മില്ലർ കൊണ്ടായ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കുവാണെങ്കിൽ ഈ മില്ലർ ഒന്നുമില്ലാതല്ല വീറ്റ് ഫ്ലോർ ഉണ്ടാക്കിയത്. അയാൾക്ക് ഫാമർ 10 രൂപയ്ക്ക് വീറ്റ് നൽകിയിരുന്നു. 10 രൂപയ്ക്ക് വാങ്ങിയ ഗോതമ്പ് ഉപയോഗിച്ചാണ് എന്ത്, നമ്മുടെ മില്ലർ 20 രൂപയ്ക്ക് വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റത്. സോ ഇവിടെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20 രൂപ. ഇൻപുട്ട് വാല്യൂ എത്രയാണ്? ഇൻപുട്ട് വാല്യൂ 10. സോ വാല്യൂ അഡിഷൻ ഡൺ ബൈ മില്ലർ എന്ന് പറയുമ്പോൾ 20 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇതായിരിക്കും എന്ത്, നമ്മുടെ മില്ലർ ഉണ്ടാക്കിയ വാല്യൂ അഡിഷൻ. അടുത്ത് നോക്കുകയാണ് നമ്മുടെ ബേക്കറിന്റെ കേസ്. സോ ബേക്കറിന്റെ കേസ് നോക്കുമ്പോൾ ബേക്കർ 50 രൂപയ്ക്കാണ് ഉൽപ്പന്നം വിൽക്കുന്നത്. എന്നാൽ ഈ 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 20 രൂപ അദ്ദേഹത്തിന് എന്താണ്, ഇൻപുട്ട് ചെലവാണ്, ഇൻപുട്ട് കോസ്റ്റ് ആണ്. സാധനം വാങ്ങാൻ, ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ വാങ്ങാൻ അയാൾ ചെലവാക്കിയ പൈസയാണ്. സോ ഇവിടെ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 50 മൈനസ് 20. ഗോതമ്പ് പൊടി എത്ര? 20 രൂപയ്ക്കാണ് നമ്മുടെ ബേക്കർ വാങ്ങിച്ചത്. വാല്യൂ അഡിഷൻ എത്ര വരും? വാല്യൂ അഡിഷൻ വിൽ ബി ഈക്വൽ ടു 30. ദെൻ ഫോർത്ത് കേസ് നമ്മുടെ കഫേ കോഫി ഡേ. സോ കഫേ കോഫി ഡേ 100 രൂപയ്ക്കാണ് എന്ത്, ഈ കേക്ക് വിൽക്കുന്നത്. സോ 100 രൂപയ്ക്ക് ഈ കേക്ക് വിൽക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ CCD? നമ്മുടെ കഫേ കോഫി ഡേ നടത്തിയ വാല്യൂ അഡിഷൻ എത്ര നോക്കുകയാണെങ്കിൽ എത്ര വരുന്നു? 100 ആണ് ഔട്ട്പുട്ട് കോസ്റ്റ്. എത്രയാണ് ഇൻപുട്ട് കോസ്റ്റ്? 50 രൂപയ്ക്ക് നമ്മുടെ ബേക്കറിന്റെ വാങ്ങിയ കേക്കാണ് 100 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നത്, കഫേ കോഫിയുടെ ബ്രാൻഡ് വെച്ച് വിൽക്കുന്നത്. സോ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ 100 മൈനസ് ഇൻപുട്ട് കോസ്റ്റ് വിച്ച് ഈസ് 50. എത്ര വരുന്നു? 50 വരുന്നു. സോ ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ ഈച്ച് ഓഫ് ദ ഫോം നോക്കുവാണെങ്കിൽ എത്ര വരുന്നു? ഫാമർ ആണെങ്കിൽ 10, മില്ലർ ആണെങ്കിൽ 10, ബേക്കർ ആണെങ്കിൽ 30, കഫേ കോഫിയുടെ ആണെങ്കിൽ 50. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? വാല്യൂ അഡിഷൻ കിട്ടിയോ? എവരിവൺ, വാല്യൂ അഡിഷൻ കിട്ടിയോ എല്ലാവർക്കും? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് GVA? അല്ല, ഞാൻ അതിലേക്ക് വരികയാണ് ആൻസി മാം. ഞാൻ അതിലേക്ക് വരാം. ഡൗട്ട് എനിക്ക് മനസ്സിലായി. ഐ വിൽ കം ടു ദാറ്റ്. ഓക്കെ, സോ ഇത് കിട്ടിയോ? വാല്യൂ അഡിഷൻ മനസ്സിലായോ എല്ലാവർക്കും? എന്താണ് വാല്യൂ അഡിഷൻ? ഔട്ട്പുട്ട്. ഒരു ഫേം എത്ര വിലക്ക് വിൽക്കുന്നു, എത്ര പൈസ വരെ സാധനം വാങ്ങാൻ മുടക്കി, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ചോദിക്കുകയാണ്, ഒരു ഫേം വാല്യൂ അഡിഷൻ നടത്തി. ഈ വാല്യൂ അഡിഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? വേർ ഡസ് ദിസ് വാല്യൂ അഡിഷൻ ആക്ച്വലി ഗോ? അല്ലെങ്കിൽ എവിടേക്കാണ്? നോക്കുകയാണെങ്കിൽ ബേക്കർ
30 രൂപ വാല്യൂഷൻ നടത്തി. CCD 50 രൂപ വാല്യൂഷൻ നടത്തി. മില്ലർ 10 രൂപ വാല്യൂഷൻ നടത്തി. ഫാമർ 10 രൂപ വാല്യൂഷൻ നടത്തി. മൈ ക്വസ്റ്റ്യൻ ഈസ്, where does this value addition actually go? Where does this value addition, എവിടെയാണ് ഈ വാല്യൂ അഡിഷൻ ആക്ച്വലി പോകുന്നത്? എവിടേക്ക് പോകും? എന്തായി മാറും ഇത്? പറയാമോ? Where does this value addition actually go? Very, 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 very good, Abdullah sir. So, നോക്കുവാണെങ്കിൽ when I am taking this class, ഞാനിപ്പോ ഒരു 5 വർഷത്തോളമായി ഈ ടോപ്പിക് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്നു. And in every class, only a few people will say this answer. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 10,000 പേരായി കാണും. സോ അതില് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈ പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത്, ഈ ചോദ്യം ഉത്തരം പറയുന്നത്. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമർ 10 വാല്യൂഷൻ നടത്തി, മില്ലർ 10 രൂപ വാല്യൂഷൻ നടത്തി, ബേക്കർ 30 രൂപ വാല്യൂഷൻ നടത്തി, CCD 50 രൂപ വാല്യൂഷൻ നടത്തി. നോക്കുമ്പോ ഈ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങോട്ട് പോകും? ദിസ് വാല്യൂ അഡിഷൻ വിൽ ആക്ച്വലി ഗോ ടു remunerate the factors of production who engage in the production process. ഈ പറഞ്ഞ കേക്ക് നിർമ്മിക്കാനും ഗോതമ്പൊടി നിർമ്മിക്കാനും ഗോതമ്പ് നിർമ്മിക്കാനും there requires factors of production ആണല്ലോ. ഇവയെല്ലാം ഫേം ആണ്. മില്ലർ ആണെങ്കിലും ഫാമർ ആണെങ്കിലും ബേക്കർ ആണെങ്കിലും CCD ആണെങ്കിലും all these are firms ആണ്. And when they want to produce a good, they require factors of production. അവർക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എന്തിനാ? നോക്കുവാണെങ്കിൽ ലാൻഡ്, ലേബർ, ഓൺടർപ്രണർ, ക്യാപിറ്റൽ, ഇതെല്ലാം ആവശ്യമില്ലേ? നോക്കുവാണെങ്കിൽ ഈ വാല്യൂ അഡിഷൻ ആണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫേം ആക്ച്വലി ഉപയോഗിക്കുന്നത്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമർ എന്ത് ചെയ്യും? ഈ 10 രൂപ കൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യും. നമ്മുടെ മില്ലർ 20 രൂപയ്ക്ക് ഗോതമ്പൊടി വിറ്റു, 10 രൂപ വാല്യൂഷൻ നടത്തി. ഈ 10 രൂപ എന്ത് ചെയ്യും? നമ്മുടെ മില്ലർ അയാളുടെ ലാൻഡിന് റെന്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു, ലേബറിന് വേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു, അയാളുടെ ലാഭം ഓൺടർപ്രണറിന്റെ പ്രോഫിറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. സോ സപ്പോസ് റെന്റ് ആയിട്ട് 2 രൂപ, ലേബറിന് വേജ് 5 രൂപ, പ്രോഫിറ്റ് 2 രൂപ, ഇൻട്രസ്റ്റ് 1 രൂപ. സോ അങ്ങനെ 10 രൂപ കിട്ടിയപ്പോ, ഈ ഫേമിന് 10 രൂപ വാല്യൂഷൻ ഉണ്ടായപ്പോ ആ 10 രൂപ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ഡൈവേർട്ടഡ് ടു കോമ്പൻസേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ നമ്മുടെ ബേക്കർ നോക്കുക, 50 രൂപയ്ക്കാണ് എന്ത് ബേക്കർ കേക്ക് വിറ്റത്. 50 രൂപയ്ക്കാണ് നമ്മുടെ ബേക്കർ എന്ത് ചെയ്തത്? കേക്ക് CCDക്ക് വിറ്റത്. 50 രൂപയ്ക്ക് ഈ കേക്ക് CCDക്ക് വിൽക്കുമ്പോ അറിഞ്ഞിരിക്കുക, അതിൽ 20 രൂപ എന്താ? അയാളുടെ ഇൻപുട്ട് കോസ്റ്റാണ്. നമുക്കറിയാലോ, ഏത് ഫേം ആണെങ്കിലും ആ ഫേമിന്റെ ഇൻപുട്ട് ചെലവ് അവർ സ്വമേധ വഹിക്കുവോ? ഇല്ല. അവരെന്ത് ചെയ്യും? കൺസ്യൂമറിന്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങുമ്പോ അതിന്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓട്ടോ എടുക്കുക, ബസ്സിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ ഡീസൽ കാശ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സർവീസിനകത്ത്, അല്ലെങ്കിൽ സർവീസ് ചാർജിനകത്ത് അയാൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലേ? ഈ ഓട്ടോ ആണെങ്കിൽ ഡീസൽ വേണം. ആ ഡീസലിന്റെ തുക എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മീറ്റർ ഇട്ട് ഓടിക്കുമ്പോഴായാലും അല്ലാതെ ഓടിക്കുമ്പോഴായാലും അയാളുടെ ഇന്ധനത്തിന്റെ വില അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ധനത്തിന്റെ വില മാത്രമാണ് ഈടാക്കുന്നത്, അല്ല, ഇന്ധനത്തിനൊപ്പം തന്നെ അയാളുടെ ലാഭം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈടാക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, നമ്മുടെ ബേക്കർ 30 രൂപ വാല്യൂഷൻ നടത്തുമ്പോ ആ 30 രൂപ എന്ത് ചെയ്യുന്നു? ബേക്കർ will use this 30 rupees to compensate the factors of production. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, എന്റർപ്രണറിന് പ്രോഫിറ്റ്, അതുപോലെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്.
അതുപോലെ CCD ആണെങ്കിലും CCD നമുക്കറിയാലോ, കഫേ കോഫി ഡേ. സോ 100 രൂപയ്ക്ക് ഈ കേക്ക് ഒരു കൺസ്യൂമറിന് വിൽക്കുമ്പോൾ, ഒരു ഉപഭോക്താവിന് വിൽക്കുമ്പോൾ, ആ ഉപഭോക്താവിന് വിൽക്കുന്ന വേളയിൽ കിട്ടുന്ന 100 രൂപയ്ക്കകത്ത് അയാളുടെ ഇൻപുട്ട് കോസ്റ്റ് 50 രൂപയാണ്. കാരണം 50 രൂപയ്ക്കാണ് ബേക്കറിന്റെ നിന്ന് വാങ്ങിച്ചത്. ബാക്കി 50 രൂപ will be used to compensate the factors of production. അവിടെ CCD ഇരിക്കുന്ന ലാൻഡ്, ക്യാപിറ്റൽ ഗുഡ്, അതുപോലെ ഈ പറഞ്ഞ ലേബർ, ഓണ്ടർപ്രണർ, അവിടെയൊക്കെ എന്ത് ചെയ്യും? ആ പൈസ തിരിച്ചു കൊടുക്കും. ക്ലിയർ ആണോ? സോ ദ വാല്യൂ അഡിഷൻ will go to compensate the factors of production who are engaged in the production process. നിർമ്മാണ പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വാല്യൂ അഡിഷൻ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. They may ask such statement in the prelims angle. So prelims angle അല്ലെ prelims എക്സാമിന് ചോദിക്കാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ ഗ്രോസ് വാല്യൂ അഡിഷനെ പറ്റി ചോദിക്കാം. So the equation of value addition, നോട്ട് ചെയ്തോളൂ. The equation of value addition എന്ന് പറഞ്ഞാൽ it is output minus intermediate consumption. So gross value addition എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഓരോ ഫേമിന്റെയും വാല്യൂ അഡിഷന്റെ സം ആണ്. സോ ഫാമറിന്റെ 10 രൂപ, മില്ലറിന്റെ 10 രൂപ, ബേക്കറിയുടെ 30 രൂപ, CCDയുടെ 50 രൂപ. ഇതാണ് എന്ത്? ഗ്രോസ് വാല്യൂ അഡിഷൻ. നമ്മൾ പറഞ്ഞ എക്കണോമി എക്സിലെ ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ 10 + 10 + 30 + 50, which is equal to എത്രയാണ്? Which is equal to 100. And also we can see gross value addition equation എന്താണ്? Output minus intermediate consumption. Output minus intermediate consumption. Intermediate consumption ആണ്, intermediate consumption ആണ് നമ്മുടെ input cost incurred by the producer എന്ന് പറഞ്ഞ നമ്മുടെ ഫേം ഇൻകർ ചെയ്ത ഫേമിനായ ഇൻപുട്ട് കോസ്റ്റ്, അതിന് പറയുന്നതാണ് എന്ത്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന ടേം. ഓക്കെ, ഇൻപുട്ട് കോസ്റ്റ് ഇൻകർഡ് ബൈ ദ ഫേം ഈസ് കോൾഡ് ആസ് ദ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഓഫ് ദ ഫേം. ഇതാണ് എന്ത്? ഗ്രോസ് വാല്യൂ അഡിഷൻ. അതുപോലെ തന്നെ ദിസ് ഗ്രോസ് വാല്യൂ അഡിഷൻ ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ഫൈനൽ output or value of final output in the country. So നോക്കൂ, നമ്മൾ കണ്ടിരുന്നു ഈ എക്സാമ്പിളില് ഫാമർ 10 രൂപയ്ക്ക് ഗോതമ്പ് മില്ലറിന് കൊടുത്തു, മില്ലർ 20 രൂപയ്ക്ക് ബേക്കറിന് കൊടുത്തു, ബേക്കർ 50 രൂപയ്ക്ക് CCDക്ക് കൊടുത്തു, CCD 100 രൂപയ്ക്കാണ് എന്ത്? ഈ പറഞ്ഞ കേക്ക് വിറ്റത്. സോ റീകളക്ട് ചെയ്യൂ, ലാസ്റ്റ് ക്ലാസ്സിൽ we have discussed the concept of final good and intermediate good. ഓർമ്മയില്ലേ? സോ അന്ന് ഞാൻ പറഞ്ഞു the value of final good ആണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. The value of final good will be used to estimate national income accounting. സോ നോക്കുവാണെങ്കിൽ the gross value addition, ശ്രദ്ധിച്ചു കേൾക്കുക, the gross value addition made by the firms in a country will be equal to the value of final output in the country, like produced by the firm. നോക്കൂ, CCD 100 രൂപയ്ക്ക് കേക്ക് വിറ്റു, അതാണ് എന്ത്? ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് CCD 100 രൂപയ്ക്ക് കേക്ക് വിറ്റു, അതാണ് എന്ത്? ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് ഗ്രോസ് വാല്യൂഷൻ എത്ര വന്നേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 100. സോ GVA, ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ നോക്കുവാണെങ്കിൽ the equation നോക്കുവാണെങ്കിൽ the value of final good will be equal to the sum of value addition at each stage of production. ഓരോ സ്റ്റേജിലെയും ഓരോ നിർമ്മാണ സമയത്തും ഉണ്ടാവുന്ന വാല്യൂ അഡിഷന്റെ സം ആണെന്ത്? the value of final good എന്ന് പറഞ്ഞ. ആൻഡ് അതുകൊണ്ട് തന്നെ when we are measuring national income, we are more concerned about the final good which is supplied in the market. നമ്മുടെ വിപണിയിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ് എന്താ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ
മെഷർ ചെയ്യുന്നു. ആൻഡ് ഈ ഇക്വേഷൻ നോക്കി വെച്ചേക്കുക. ഇക്വേഷൻ എന്താണ്? GVA ഈക്വൽ ടു ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അതുപോലെ ഗ്രോസ് വാല്യൂ അഡിഷൻ ഈസ് യൂഷ്വലി മെഷേർഡ് അറ്റ് ദ പ്രൊഡ്യൂസർ ലെവലാണ്. നിർമ്മാതാവിന്റെ ലെവലിലാണ് ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ GVA നമ്മൾ പൊതുവെ മെഷർ ചെയ്യുന്നത്. അതിന് കാരണം പറയാമോ? അതിന് കാരണം നോക്കുവാണെങ്കിൽ ഈ വാല്യൂ അഡിഷൻ മേക്ക് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊഡ്യൂസർ ആണ്. ഒരു നിർമ്മാതാവാണ് ആക്ച്വലി ഈ പറഞ്ഞ വാല്യൂ ഉയർത്തുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ മേലെ വാല്യൂ ആഡ് ചെയ്യുന്ന ആരാണ്? നിർമ്മാതാവാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് വാല്യൂ അഡിഷൻ ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ GVA അറ്റ് ബേസിക് പ്രൈസ് എന്നാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ ലെവലിലാണ് ഗ്രോസ് വാല്യൂ അഡിഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ദിസ് ഗ്രോസ് വാല്യൂ അഡിഷൻ ഈസ് യൂസ്ഡ് ടു മെഷർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വയ പ്രൊഡക്റ്റ് മെത്തേഡ്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നാഷണൽ ഇൻകം ക്യാൻ ബി മെഷേർഡ് യൂസിങ് 3 മെത്തേഡ്സ്. 3 മെത്തേഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു ആ മെത്തേഡ്? പ്രൊഡക്റ്റ് മെത്തേഡ്, പിന്നെ ഇൻകം മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ പറഞ്ഞ GVA to basic price is used to measure national income using product method or output method or value added method. ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ആ ഔട്ട്പുട്ട് മെത്തേഡ് പറഞ്ഞപ്പോ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു it is called as output method, value added method or product method. So GVA provides rupee value for the amount of goods produced in the economy after deducting cost of inputs and raw materials that have gone into the production. So intermediate consumption കുറച്ച് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ ആണ് GVA at basic price എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എവരിവൺ? ക്ലിയർ ആണോ? ഓക്കെ, കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ അല്ലയോ? കമന്റ് ചെയ്യാം. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എപ്പോ ചോദിച്ചാലും പറയണേ, എപ്പോ ചോദിച്ചാലും പറയും. പക്കയാണ്. ഓക്കെ, ഇനി വൺ മോർ തിങ്. ലാസ്റ്റ് സെന്റൻസ് എന്താ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞേ? GVA എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെന്റൻസ് വെച്ചാൽ സ്ലൈഡ് ആണോ മാഡം, അതോ ഞാൻ പറഞ്ഞ കാര്യമാണോ? സ്ലൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അത് ഇക്വേഷൻ ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? GVA എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വാല്യൂയിൽ നിന്ന്, ഒരു ഫേം നിർമ്മിച്ച ഔട്ട്പുട്ട് വാല്യൂയിൽ നിന്ന് അവരുടെ ഇൻപുട്ട് കോസ്റ്റ്, റോ മെറ്റീരിയൽ ചെലവ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് വാല്യൂയിൽ നിന്ന്, ഒരു ഫേം നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ ഔട്ട്പുട്ട് വാല്യൂയിൽ നിന്ന് അവർ ഇൻകർ ചെയ്ത ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ഐറ്റംസ് ഓർ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട ട്രാൻസാക്ഷനിൽ വാല്യൂ അഡിഷൻ ആരാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ പ്രൊഡ്യൂസർ ലെവലാണ്. നിർമ്മാതാവിന്റെ ലെവലിലാണ്, ഒരു മാനുഫാക്ചറിന്റെ ലെവലിലാണ് ഈ പറഞ്ഞ വാല്യൂ അഡിഷൻ ഉണ്ടാവുന്നത്. ആണല്ലോ? നോക്കൂ, ഫാമർ, മില്ലർ, ബേക്കർ, CCD. സോ ഈ പറഞ്ഞ ഫേം ലെവലില് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ലെവലിലാണ് എന്ത്? ഈ പറഞ്ഞ വാല്യൂ അഡിഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ when we are measuring national income, GVA, gross value addition, is measured at basic price ആണ്. ഓർമ്മയുണ്ടോ? when I say basic price, ഞാൻ പറഞ്ഞിരുന്നു basic price is also called as producer's price. So basic price-ന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? producer's price എന്നാണ്. So producer level price ആണ്. So GVA is also measured at basic price എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ തന്നെ the same GVA at basic price is used to measure GDP based on output method. ഔട്ട്പുട്ട് മെത്തേഡ് വഴി GDP മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് GVA at basic price. സോ പ്രൊഡക്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നിർമ്മാതാവിന്റെ ലെവലില് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൽപ്പന്നം നിർമ്മിക്കുന്ന ലെവലിലാണ് എന്ത് ഗ്രോസ് വാല്യൂ അഡിഷൻ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാൻ ഞാൻ സപ്പോസ് ദർ ഈസ് ടാറ്റയുടെ കാർ എടുക്കാം. ടാറ്റയുടെ കാർ. ഓക്കെ, സോ ടാറ്റയുടെ കാറ് ടാറ്റ വിൽക്കാൻ പോവാണ് മാർക്കറ്റില്. സപ്പോസ് ഇവിടെ ഞാൻ എന്താ പറഞ്ഞേ, അസംഷൻ എന്താണ്? നമ്മുടെ അസംഷൻ നമ്മളെ GDP-ലേക്ക് ആയില്ല. GDP ടാക്സ് വരും. വെൻ യു മെഷർ GDP ആ സമയത്ത് ടാക്സ് വരും. ഞാൻ പറഞ്ഞത് എന്താ, ഇൻ ദിസ് എൻറ്റയർ ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞു വി ആർ നോട്ട് കൺസിഡറിങ് ടാക്സ് കംപ്ലൈന്റ്. ടാക്സ് കംപ്ലൈന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. ടാക്സ് കംപ്ലൈന്റ് വരുമ്പോൾ GDP ഇക്വേഷൻ മാറും. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞേ, ടാറ്റയുടെ കാർ വിൽക്കാൻ പോവാണ്. സപ്പോസ് ഈ കാറിന്റെ വില എളുപ്പത്തിന് ഞാൻ 100 എടുക്കുകയാണ്. 100 രൂപയ്ക്ക് ഈ കാർ വിൽക്കാൻ പോവാണ് ടാറ്റ. സോ ഈ പറഞ്ഞ വിപണിയില് ടാറ്റയുടെ കാറാണ് എന്ത് ഫൈനൽ ഗുഡ്. ആൻഡ് ഈ കാർ നിർമ്മിക്കണമെങ്കിൽ വി ക്യാൻ സി ടാറ്റയ്ക്ക് ദേ റിക്വയർസ് ഡിഫറെന്റ് ഇൻപുട്സ് വേണമല്ലോ. സപ്പോസ് ടയർ വേണം, അയൺ ആൻഡ് സ്റ്റീൽ ഷീറ്റ് വേണം, സ്റ്റീൽ ഷീറ്റ്സ്, ദെൻ പെയിന്റ് വേണം. അതൊക്കെ ഇത്ര എടുക്കാം. ടയർ, സ്റ്റീൽ ഷീറ്റ്, പെയിന്റ്, ഗ്ലാസ് എടുത്തു, ഗ്ലാസ് ഇത്ര വേണം. സോ നമ്മുടെ ടാറ്റയ്ക്ക് ഈ പറഞ്ഞ ടയർ, സ്റ്റീൽ ഷീറ്റ്, പെയിന്റ്, ഗ്ലാസ് ഇവയെല്ലാം ഉപയോഗിച്ചാണ് എന്ത് ഈ പറഞ്ഞ കാറ് നിർമ്മിക്കുന്നത്. ഓക്കെ, സോ നോക്കുക, ഈ ടയർ ടാറ്റ വാങ്ങിയത് 10 രൂപയ്ക്ക്, സ്റ്റീൽ ഷീറ്റ് വാങ്ങിയത് 10 രൂപയ്ക്ക്, പെയിന്റ് വാങ്ങിയത് 10 രൂപയ്ക്ക്, ഗ്ലാസ് വാങ്ങിയത് 10 രൂപയ്ക്ക്. സോ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഇവിടെ ഈ പറഞ്ഞ ഫേമിന്റെ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? നമ്മുടെ ടാറ്റ ഫേം ടയർ വാങ്ങിച്ചു, സ്റ്റീൽ ഷീറ്റ് വാങ്ങിച്ചു, പെയിന്റ് വാങ്ങിച്ചു, ഗ്ലാസ് വാങ്ങിച്ചു. സോ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും ടാറ്റ കമ്പനിക്ക്? എത്ര ആയിരിക്കും? ഒരാൾ മാത്രമേ പറയത്തുള്ളൂ, ബാക്കിയുള്ളവർ പറയത്തില്ല എന്നാണോ? ഓക്കെ, ഓക്കെ, എത്ര വരുന്നത്? 10 + 10 + 10 + 10. സോ 40 ആണ് എന്ത് ഇൻപുട്ട് കോസ്റ്റ്. ആൻഡ് 100 രൂപയ്ക്കാണ് എന്ത് ഈ കാർ വിൽക്കുന്നത്. ഓക്കെ, 100 രൂപയ്ക്കാണ് ഈ കാർ വിൽക്കുന്നത്. സോ ഞാൻ പറയാണ്, when we are measuring national income, we should include the value of tire, steel, paint and glass along with car for measuring national income. ഈ കൺട്രിയുടെ ഗ്രോസ് വാല്യൂ അഡിഷൻ മെഷർ ചെയ്യുമ്പോൾ, ഈ കൺട്രിയിലെ ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻസ് എടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, വൈൽ മെഷറിംഗ് നാഷണൽ ഇൻകം എന്താ പറഞ്ഞേ? വൈൽ മെഷറിംഗ് നാഷണൽ ഇൻകം we need to consider total value of transaction, not total value addition. ഞാൻ എന്താ പറയുന്നത്? നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ, ഈ കൺട്രിയിലെ ദേശീയ വരുമാനം മെഷർ ചെയ്യുമ്പോൾ എന്ത് മെഷർ ചെയ്യണം നമ്മള്? we need to consider ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. ഈ എക്കണോമിയിലെ ട്രാൻസാക്ഷന്റെ മൊത്തം വാല്യൂ എടുക്കേണ്ടത്, അല്ലാതെ വാല്യൂ അഡിഷൻ മാത്രമല്ല എടുക്കേണ്ടത് എന്നാ ഞാൻ പറയുന്നത്. അത് ശരിയാണോ? അതായത് വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഇയർ പറയാമോ? ടയർ വെക്കുന്നു, ദാറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ആണല്ലോ. ട്രാൻസാക്ഷൻ ഏതൊക്കെയാ? സെല്ലിംഗ് ടയേഴ്സ് ടു ടാറ്റ, selling steel sheet to Tata, selling paint to Tata, selling glass to Tata. ആണല്ലോ. ടോട്ടൽ ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്? ടയർ വിൽക്കുന്നത്, സ്റ്റീൽ ഷീറ്റ് വിൽക്കുന്നത്, പെയിന്റ് വിൽക്കുന്നത്, ഗ്ലാസ് വിൽക്കുന്നത്, കാർ വിൽക്കുന്നത്.
ഇതെല്ലാം എന്താണ്? ഈ എക്കണോമിയിലെ നമ്മൾ കൺസിഡർ ചെയ്ത എക്കണോമിയിലെ ട്രാൻസാക്ഷൻ ആണ്. ടയർ വിൽക്കുന്നത്, സ്റ്റീൽ ഷീറ്റ് വിൽക്കുന്നത്, പെയിന്റ് വിൽക്കുന്നത്, ഗ്ലാസ് വിൽക്കുന്നത്, ദെൻ കാർ വിൽക്കുന്നത്. ഓൾ ദീസ് ആർ ട്രാൻസാക്ഷൻസ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദ എക്കണോമി. പക്ഷെ കുഴപ്പമുണ്ട്. ടയർ വിറ്റത് ടാറ്റയ്ക്ക്, സ്റ്റീൽ ഷീറ്റ് വിറ്റത് ടാറ്റയ്ക്ക്, പെയിന്റ് വിറ്റത് ടാറ്റയ്ക്ക്, ഗ്ലാസ് വിറ്റതും ടാറ്റയ്ക്ക്. സോ ടാറ്റ എന്ത് ചെയ്യുവാണ്? ഈ ഉൽപ്പന്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാർ നിർമ്മിക്കാൻ പോവാണ്. സോ ഇതെല്ലാം എന്താ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. സോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ഓർ വിച്ച് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഓർ വിച്ച് ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. നിർമ്മാണ സമയത്ത് കൺസ്യൂം ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്ന, ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ കേസിൽ ടയറും സ്റ്റീൽ ഷീറ്റും പെയിന്റും ഗ്ലാസും എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. എന്നാൽ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 10. നമ്മുടെ ടയർ വിറ്റത് 10, സ്റ്റീൽ ഷീറ്റ് വിറ്റത് 10, പെയിന്റ് വിറ്റത് 10, ഗ്ലാസ് വിറ്റത് 10, കാർ വിൽക്കുന്നത് 100. എത്ര വരുന്നു? 140 വരുന്നു. സോ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ 40 പ്ലസ് 100 വരും. 140 ആയിരിക്കും എന്ത്? ഈ എക്കണോമിയിലെ മൊത്തമുള്ള ട്രാൻസാക്ഷന്റെ, ടോട്ടൽ എക്കണോമിക് ട്രാൻസാക്ഷന്റെ വാല്യൂ. സോ 140 ആണെന്ത്? ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ എക്കണോമി. എന്നാൽ ഈ പറഞ്ഞ ടോട്ടൽ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ? ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുമ്പോൾ 100 മൈനസ് 40, 60. നമ്മുടെ ടാറ്റ കാറ്, ടാറ്റ എന്ന കമ്പനി ഉണ്ടാക്കിയ വാല്യൂഡിഷൻ 100 മൈനസ് 40 എത്രയാണ്? 60. ടയർ, സപ്പോസ് MRF ടയർ, അവർ ഉണ്ടാക്കിയ വാല്യൂഡിഷൻ 10. സ്റ്റീൽ ഷീറ്റ് സപ്പോസ് വിറ്റത് ടാറ്റയുടെ തന്നെ ടിസ്കോ എന്ന് വിചാരിച്ചു, ടാറ്റ ആനാസിൽ കമ്പനിയാന്ന് വിചാരിച്ചു, അവരുണ്ടാക്കിയ വാല്യൂഡിഷൻ 10. പെയിന്റ് സപ്പോസ് നെറോലാക് പെയിന്റ് എന്ന് വിചാരിച്ചു, അവരുണ്ടാക്കിയ വാല്യൂഡിഷൻ 10. ഗ്ലാസ് പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ വാല്യൂഡിഷൻ 10. സോ എത്ര വരുന്നു? ടോട്ടൽ വാല്യൂഡിഷൻ എന്ന് പറയുമ്പോൾ 60 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 എത്ര വരും? 60 പ്ലസ് 40. സോ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഈക്വൽ ടു 140. എന്നാൽ ടോട്ടൽ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100. സോ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ we will consider the entire items or we will consider the entire sale that has happened in the economy. ഒരു എക്കണോമിയിൽ നടന്ന എല്ലാ വിൽപ്പനയും നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. എന്തിന്? ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ. എന്നാൽ when I am saying total value addition, we will only consider the value addition of each firms in the economy. ഓരോ ഫേംസിന്റെയും വാല്യൂ അഡിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇഫ് ഐ ആം ടേക്കിംഗ് ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഫോർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കുന്ന വേളയിൽ ഒരു എക്കണോമിയിലെ മൊത്തം ട്രാൻസാക്ഷന്റെ വാല്യൂ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? there occurs the issue of double counting. നമ്മള് ഡബിൾ കൗണ്ടിങ് എന്നൊരു ഇഷ്യൂ ഉണ്ടാവും. കാരണം എന്താ? ഈ 100 രൂപ ടാറ്റ 100 രൂപയ്ക്ക് കാർ വിൽക്കുമ്പോ, 100 രൂപയ്ക്ക് കാർ വിൽക്കുമ്പോ ആ 100 രൂപയ്ക്കകത്ത് എന്തുണ്ട്? ഈ 100 രൂപയ്ക്ക് കാർ വിൽക്കുമ്പോ ഈ 100 രൂപയ്ക്കകത്തില് 40 രൂപ എന്താണ്? ടാറ്റ ഇൻക്രീ ചെയ്ത ഇൻപുട്ട് കോസ്റ്റ് ആണ്. ആ 40 രൂപ എന്തൊക്കെയാണ്? ടയറിന്റെ പ്രൈസ്, സ്റ്റീൽ ഷീറ്റിന്റെ പ്രൈസ്, നെറോലാക്കിന്റെ പ്രൈസ്, അതുപോലെ ഗ്ലാസിന്റെ പ്രൈസ്. സോ ഈ പറഞ്ഞ 40 രൂപ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തു. സോ വീണ്ടും ഈ പറഞ്ഞ വാല്യൂ എടുക്കുകയാണെങ്കിൽ, ഇവർ വിട്ട സമയത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിൽപ്പന സമയത്തെ ഈ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? 100 പ്ലസ് 40 എന്നാവും. അപ്പൊ 140 എന്നാവും. സോ
ഓൾറെഡി ഇതിനകത്ത് 40 ഉണ്ട്, പിന്നീട് 40 ആവും. സോ എന്തായി? ഡബിൾ കൗണ്ടിങ്. ഒരു സാധനം തന്നെ 2 തവണ കൗണ്ട് ചെയ്യുന്ന പോലെ ആയി മാറും. ഇതിന് പറയുന്നതാണ് എന്ത്? ദ ഇഷ്യൂ ഓഫ് ഡബിൾ കൗണ്ടിങ്. ആൻഡ് നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ എക്കണോമി ബൈ അവോയ്ഡിങ് ഡബിൾ കൗണ്ടിങ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ശേഷമുള്ള വാല്യൂ ആണ് എന്ത്? ഈ പറഞ്ഞ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ മാം? ഷീജമ്മ മാം ഡൗട്ട് വെച്ചിരുന്നു. ഓക്കെ ആണോ? ഓക്കെ, സോ ഡബിൾ കൗണ്ടിങ് എന്താ മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ കുറെ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കെന്ന് വിചാരിക്കരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്ന എക്സാമ്പിൾ? കുറച്ചുകൂടെ നിങ്ങളുടെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവാൻ വേണ്ടി പറയുന്നതാണ്. കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇസ് ഇറ്റ് ഓക്കെ? എക്സാമ്പിൾസ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ക്യാച്ച് പറ്റുന്നല്ലേ? യെസ്, താങ്ക് യു. സോ ഒരു കൺട്രി എടുക്കുന്നു, ABC. ഈ കൺട്രിയിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പറയാൻ പോവാണേ. നമ്മുടെ ടാറ്റ കാർ, ടയർ, MRF ടയേഴ്സ്, ദെൻ സെയിന്റ് ഗോബൈൻ, അതാണല്ലേ സെയിന്റ് ഗോബൈൻ ഗ്ലാസസ്, ദെൻ നനോലക് പെയിന്റ്, ടിസ്കോ സ്റ്റീൽ. ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ഭാഗമാണ്. സോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളിങ്ങനെ ക്ലാസ് ഇത്രോട്ടം വരെ പേര് പറയുന്നത് അനുസരിച്ച് എന്താണ് മോണിറ്റൈസേഷൻ കിട്ടും. സോ ടയർ MRF ഉപയോഗിക്കൂ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും, പോന്നരുത്. സോ ഇതൊക്കെയാണ് എന്ത് ഇവിടെ വെക്കുന്നത്. സോ നോക്കുക, നമ്മുടെ ടാറ്റ കാർ നിർമ്മിക്കാനായിട്ട്, ടാറ്റ എന്ന കമ്പനിക്ക് കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ദേ റിക്വയർ ടയറും ഗ്ലാസും പെയിന്റും സ്റ്റീലും വേണം. പക്ഷെ നോക്കൂ, ഒരു എക്കണോമിയിൽ നിർമ്മിക്കുന്ന എൻഡർ പെയിന്റും എൻഡർ ടയറും എൻഡർ ഗ്ലാസും ടാറ്റ മാത്രമേ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ നോക്ക്, നമ്മൾ തന്നെ പോകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ അതൊക്കെ വണ്ടിയുടെ ടയർ പഞ്ചറായി, നമുക്ക് എന്ത് ചെയ്യണം? ടയർ മാറ്റണ്ടേ? നമ്മൾ പോകുന്ന വഴിക്ക് ടയർ പഞ്ചറായി, നമ്മൾ ടയർ എന്ത് ചെയ്യണം? നമുക്കത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ടയർ, പുതിയ ടയർ വാങ്ങണം. അതുപോലെ മേ ബി പോകുന്ന വഴിക്ക് നമ്മുടെ ഗ്ലാസ് ഇതിൽ പൊട്ടി, നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലാസ് മാറണം. അതുപോലെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് സ്ക്രാച്ച് വന്നു, നമുക്ക് എന്ത് ചെയ്യണം? സ്ക്രാച്ച് മാറ്റിയിട്ട് പുതിയ പെയിന്റ് അടിക്കണം. അതുപോലെ മേ ബി എന്തെങ്കിലും പാർട്സ് ഇളകിപ്പോയി, നമുക്കത് ഫിറ്റ് ചെയ്യണം. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ടാറ്റ എന്ന കമ്പനി ഈ കാണുന്ന കൺട്രിയിലെ ബാക്കിയുള്ള ടയേഴ്സും ഗ്ലാസും പെയിന്റും സ്റ്റീലും എൻഡേർലി വാങ്ങുമായിരിക്കുമോ? എൻഡേർ ടയറും എൻഡേർ ഗ്ലാസും എൻഡേർ പെയിന്റും എൻഡേർ സ്റ്റീൽ ഷീറ്റും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിപ്പയറിങ്ങിന് സാധനം കാണുമോ? കാണുമായിരിക്കുമോ? എൻഡേർ സാധനവും ടയറിലേക്ക് പോവോ? എൻഡേർ സാധനങ്ങളും എൻഡേർ ടയർ, അതായത് നമ്മുടെ എക്കണോമി നിർമ്മിച്ച എൻഡേർ ടയർ ടാറ്റ വാങ്ങുന്നു ആസ് ഇൻപുട്ട്. എക്കണോമി നിർമ്മിച്ച എൻഡേർ ഗ്ലാസ് ടാറ്റ വാങ്ങുന്നു ആസ് ഇൻപുട്ട്. ആണോ അങ്ങനെ? ആണായിരിക്കുമോ? ആണോ അല്ലയോ? അല്ല, അല്ല. നോക്കുവാണെങ്കിൽ നമ്മുടെ MRF 100 ടയർ നിർമ്മിച്ചു. സെയിന്റ് ഗോബൈൻ ഗ്ലാസ് ആണ് മെഷർ ചെയ്യുന്നത്, KG വല്ലതും ആണോ എനിക്കറിയത്തില്ല. സപ്പോസ് 100 ഗ്ലാസ് നിർമ്മിച്ചു. പെയിന്റ് 100 ലിറ്റർ നിർമ്മിച്ചു. സ്റ്റീല് 100 കിലോ നിർമ്മിച്ചു. നോക്കുവാണെങ്കിൽ ടാറ്റ മേ ബി പർച്ചേസിങ് MRF നിന്ന് ഒരു 50 ടയർ വാങ്ങിച്ചു, സെയിന്റ് ഗോബൈൽ നിന്ന് ഒരു 50 ഗ്ലാസ് വാങ്ങിച്ചു, നെറോലാക്കിൽ നിന്ന് 50 ലിറ്റർ വാങ്ങിച്ചു, ടിസ്കോയിൽ നിന്ന് 50 കിലോ സ്റ്റീൽ വാങ്ങിച്ചു. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള 50 we can see it is going to the consumer. ബാക്കി എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള റിമൈനിങ് 50 എന്ത് ചെയ്യും? കൺസ്യൂമറിലേക്ക് പോകുന്നു. അതുപോലെ
റിമൈനിങ് 50 glasses, റിമൈനിങ് 50 liter paint, റിമൈനിങ് 50 kg സ്റ്റീൽ എന്ത് ചെയ്യുന്നു? കൺസ്യൂമറിലേക്ക് പോകുന്നു. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ MRF കമ്പനി, സെയിന്റ് ഗോബൈൻ, നെറോലാക്, ടിസ്കോ, ഇവരെല്ലാം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ വൈൽ മെഷറിംഗ് നാഷണൽ ഇൻകം, സോ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ കോംപ്ലിക്കേഷനാണ് പറയുന്നത്. സോ വൈൽ മെഷറിംഗ് നാഷണൽ ഇൻകം, we need to consider only those goods which act as final good in the transaction. വിൽപ്പന വേളയിൽ ഫൈനൽ ഗുഡ് ആയിരിക്കുന്ന മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ മെഷർ ചെയ്യാൻ സാധിക്കൂ. സോ ഈ പറഞ്ഞ MRFന്റെയും സെയിന്റ് ഗോബൈന്റെയും അതുപോലെ നെറോലാക്കിന്റെയും ടിസ്കോയുടെയും ഐറ്റംസ് കുറച്ച് ഐറ്റം അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് ഐറ്റം ടാറ്റയിലേക്ക് പോകും. അതെല്ലാം എന്തായിട്ടാ പോന്നെ? ഇന്റർമീഡിയറ്റ് ഗുഡ് ആയിട്ടാണ് പോന്നെ. സോ വി വിൽ നോട്ട് കൺസിഡർ ദാറ്റ് ഐറ്റം. ഈ പറഞ്ഞ ടാറ്റയിലേക്ക് ഇൻപുട്ടായിട്ട് പോയ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഗുഡ് ആയിട്ട് പോയ ടയറ്, ഗ്ലാസ്, പെയിന്റ്, സ്റ്റീൽ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല? നാഷണൽ ഇൻകത്തില് ഇൻക്ലൂഡ് ചെയ്യില്ല. വി വിൽ ഇൻക്ലൂഡ് ദ ഐറ്റം വിച്ച് ഈസ് ഗോയിങ് ടു ദ കൺസ്യൂമറിലേക്ക് വന്ന. സോ ഈ ഒരു കമ്പനി പറയുകയാണെങ്കിൽ ഈ കമ്പനി കൺസ്യൂമറിലേക്ക് വെക്കുന്ന ഐറ്റം, നേരിട്ട് വെക്കുന്ന ഐറ്റം, അതെന്താണ്? കൺസപ്ഷൻ ഗുഡ് ആയിരിക്കാം. കൺസ്യൂമർ വാങ്ങുന്നതല്ലേ? കൺസ്യൂമർ വാങ്ങുന്ന ഡ്യൂറബിൾ ഓർ നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ് ആയിരിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. സോ ഫൈനൽ ഗുഡ്സ്, ഓൾവേസ് റിമെമ്പർ, വിൽ only measure the value of final goods while estimating national income. So ഈ കാറിന്റെ ആയാലും, ഈ പറഞ്ഞ കാറ് സപ്പോസ് 1000 രൂപയ്ക്ക് വിൽക്കുകയാണ്, 1000 രൂപയ്ക്ക് ഈ കാർ വിൽക്കുകയാണ്. 1000 രൂപയ്ക്ക് കാർ വിൽക്കുമ്പോൾ ആ 1000 രൂപയ്ക്കകത്ത് ഈ പറഞ്ഞ MRF ടയേഴ്സ് അല്ലെങ്കിൽ സെയിന്റ് ഗോബൈൻ ഗ്ലാസസ്, നെറോലാക് പെയിന്റ്, ടാറ്റയുടെ സ്റ്റീല്, അവയുടെ വാല്യൂഷൻ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ആണ്. നേരത്തെ കണ്ടല്ലോ, ദ വാല്യൂ അഡിഷൻ. ശ്രദ്ധിച്ചിരിക്കുക, എന്താ പറഞ്ഞേ? ഫൈനൽ വാല്യൂവിനകത്ത് എന്തുണ്ട്? വാല്യൂ അഡിഷൻ ഡൺ ബൈ ദ ഫേംസ് ഇൻക്ലൂഡ് ആണ്. നമ്മുടെ MRFും സെയിന്റ് ഗോബൈനും നെറോലാക്കും ടിസ്കോയും നടത്തിയ വാല്യൂ അഡിഷൻ ഫൈനൽ വാല്യൂ ഓഫ് കാറിനകത്ത്, കാരണം കാറാ ഫൈനൽ ഗുഡ്, അതിനകത്ത് എന്താ ഇൻക്ലൂഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ നോക്കൂ. വീറ്റ് ഫ്ലോറ്, കേക്ക്, CCD കേക്ക്, കഫേ കോഫിയുടെ കേക്കിന്റെ വാല്യൂ 100 രൂപ. ആ 100 രൂപ ഈസ് ഈക്വൽ ടു ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ ദ ഫേംസ് പ്രയർ ടു ദാറ്റ്. ഇതിന് മുന്നേ ഉള്ള ഫേംസ്, കഫേ കോഫിയുടെക്ക് മുന്നേ ഉള്ള ഫേംസ് നടത്തിയ വാല്യൂ അഡിഷന് സമമാണ് എന്ത്? ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ ഓഫ് ദ ഐറ്റം. പാമറിന്റെ 10, മില്ലറിന്റെ 10, ബേക്കറിന്റെ 10, കഫേ കോഫിയുടെ 50, ഇതെല്ലാം ഈ വാല്യൂ എന്താണ്? 100. അതാണ് എന്ത്? കേക്കിന്റെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ്. ഫൈനൽ ഗുഡായ കേക്കിന്റെ വാല്യൂ ആണ്. ക്ലിയർ ആണോ? സോ അറിഞ്ഞിരിക്കുക, ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വി വിൽ ബി മെഷറിംഗ് the value of final goods. ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഈ പറഞ്ഞ വാല്യൂഡിഷന്റെ വാല്യൂ ഒക്കെ എങ്ങോട്ട് വരുന്നുണ്ട്? ഫൈനൽ ഗുഡിന്റെ വാല്യൂനകത്ത് ആഡ് ചെയ്യപ്പെട്ടിരിക്കും. സോ ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ് വിൽ ഇൻക്ലൂഡ് ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ ദ ഫേംസ് എന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? എവരി വൺ ടുക്ക് ഒരു 2 minutes ഒന്ന് ചിന്തിക്കൂ. 2 minutes ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ചോദിക്കാം. എന്നിട്ട് അതിൽ പറയുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ സാർ ചോദിച്ചത്, ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ വെദർ ദേ ആർ യൂസ്ഡ് ആസ് ഇന്റർമീഡിയറ്റ് ഓർ ഫൈനൽ ഇൻ എ വാസ്റ്റ് എക്കണോമി? ഈസ് ദർ എനി മെത്തഡ് അഡോപ്റ്റഡ്? ഉണ്ട്. സോ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്.
MCA21 എന്ന് പറയും. So under the Ministry of Corporate Affairs, there is a database called as MCA21. ഈ പറഞ്ഞ MCA21 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ വ്യവസായങ്ങളെയും എന്ത് ചെയ്തേക്കാണ്, ലിസ്റ്റ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യവസായങ്ങളെ 21 കാറ്റഗറി ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഫേമുകളെ നോക്കുമ്പോൾ, ഫേമുകളെ അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് സപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. whether these items are sold to another firm. ഈ പറഞ്ഞ കമ്പനിയുടെ ട്രാൻസാക്ഷൻ B2B ആണ് ഓർ ബിസിനസ് ടു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവും? ദാറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അത് ക്യാപിറ്റൽ ഗുഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഫൈനൽ ഗുഡ് എന്ന് പറയാം. അല്ലാതെ ഈ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ B2B ട്രാൻസാക്ഷൻ അസസ് ചെയ്യുമ്പോൾ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ, when we are assessing B2B transaction, we could see ഈ പറഞ്ഞ ഐറ്റം ഇന്റർമീഡിയറ്റ് ഗുഡ് ആയിട്ടാണ് പോയത് അതോ ക്യാപിറ്റൽ ഗുഡ് ആയിട്ടാണ് പോയത്. അതുപോലെ ഈ പറഞ്ഞ കമ്പനിക്കകത്ത് വി ക്യാൻ സി B2C ട്രാൻസാക്ഷൻ കാണാൻ വഴി കൺസ്യൂമറിലേക്ക് നേരിട്ട് പോവുകയാണോ ചെയ്തത് അതോ ഈ പറഞ്ഞ ബിസിനസ് ഫേമിലേക്ക് ഇൻപുട്ട് ആയിട്ട് പോവുകയാണോ ചെയ്തത്. സോ അങ്ങനെ എന്താ വി ക്യാൻ ഐഡന്റിഫൈ. കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ whether this item is an intermediate good or final good. സോ കൺസ്യൂമറിലേക്ക് നേരിട്ട് പോവുകയാണ് എന്താ ഫൈനൽ ഗുഡ് ആണ്. നമ്മളിപ്പോ കാണുന്ന MRF ടയർ ഷോറൂം അല്ലെങ്കിൽ സിയറ്റ് ടയർ ഷോറൂം, അപ്പോളോ ടയർ ഷോറൂം, അതൊക്കെ എന്താ ഫൈനൽ ഗുഡ് ആണ്. കാരണം അവർ നേരിട്ട് വിൽക്കുകയാണ് കൺസ്യൂമറിലേക്ക്. ദേ ആർ സെല്ലിംഗ് ദ ഐറ്റം ഡയറക്ട്ലി ടു ദ കൺസ്യൂമർ. നേരെ മറിച്ച് ഫ്രം അപ്പോളോയുടെ ഇൻട്രസ്റ്റിൽ നിന്ന്, അപ്പോളോയുടെ മെയിൻ ഫാക്ടറിയിൽ നിന്ന് ഹോൾസെയിൽ ലെവലില് മറ്റ് കാർ കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് ആസ് ഇന്റർമീഡിയറ്റ് ഗുഡ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അത്? ഓക്കെ, ക്ലിയർ ആണോ സർ? എനി ഡൗട്ട്? എനിവൺ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഭയങ്കര ഇതാണ്. ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടോ? ഇല്ലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Shall I continue? റെസ്പോണ്ട്. ഓക്കെ, എല്ലാരും പറയും. മീറ്റിനുള്ള എല്ലാരും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക പറയല്ലോ, ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. എത്ര പറയാം, ഒന്നും വിഷമിക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഇപ്പൊ ഇൻ കേസ് ക്ലാസ് ചോദിക്കാൻ മടിയാണെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടാ മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തിനാ ഞാൻ പറഞ്ഞേ? just to make you clear that we will be considering the value of final good. ഫൈനൽ ഗുഡിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. അതിന് കാരണം എന്താ? ആ ഫൈനൽ ഗുഡിന്റെ വാല്യൂവിനകത്ത് ഈ പറഞ്ഞ ഫേമുകളുടെ വാല്യൂഷൻ ഇൻക്ലൂഡ് ആണ്. അത് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ടാറ്റയുടെ എക്സാമ്പിൾ പറഞ്ഞേ, ടാറ്റ കാറിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ, സോ യു ക്യാൻ സി ദ ഇക്വേഷൻ ഓഫ് ഗ്രോസ് വാല്യൂ അഡിഷൻ at basic price. The equation will be GVA at basic price equal to GVA at factor cost plus production tax minus production subsidy. So നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. So we already discussed the concept basic price, factor cost. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The same relation can be utilized here. So GVA at basic price equal to GVA at factor cost plus പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി. ഇതെങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഫാമർ, മില്ലർ, ബേക്കർ, ദെൻ കഫേ കോഫി ഡേ. ഓക്കെ, ഫാമർ, മില്ലർ, ബേക്കർ, കഫേ കോഫി ഡേ. സോ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത് എന്താണ്? There is no tax component, there is no subsidy. സബ്സിഡി ഇല്ല, ടാക്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. ഇൻ ആക്ച്വൽ കേസ്, ഇൻ ആക്ച്വൽ സിനാരിയോ വി ക്യാൻ സി ടാക്സ് കമ്പണന്റ് വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഇടയിൽ ടാക്സ് കമ്പണന്റ് വരുന്നുണ്ട്.
സബ്സിഡി കമ്പണന്റ് വരുന്നുണ്ട്. സോ നമ്മുടെ ഫാമർ 10 രൂപയ്ക്ക് ഈ പറഞ്ഞ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആൻഡ് ഈ 10 രൂപ ഞാൻ പറഞ്ഞു ഈ 10 രൂപയ്ക്കകത്ത് 10 രൂപയ്ക്ക് വിറ്റു. ആൻഡ് ഈ 10 രൂപയ്ക്കകത്ത് വി ക്യാൻ സി ടാക്സ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സപ്പോസ് ബേസിക് പ്രൈസ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫാമർ, നമ്മുടെ ഫാമർ പ്രൊഡ്യൂസ് ചെയ്ത വീറ്റിന്റെ ബേസിക് പ്രൈസ് 10 രൂപയാണെങ്കിൽ വി ആർ നോട്ട് കൺസിഡറിങ്, ഇത് കൺസിഡർ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് ടാക്സ് അതുപോലെ പ്രൊഡക്റ്റ് സബ്സിഡി കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? വി ആർ മെഷറിംഗ് ഗ്രോസ് വാല്യൂ അഡിഷൻ അറ്റ് പ്രൊഡ്യൂസർ ലെവൽ മെഷർ ചെയ്യുകയാണ്. അതുകൊണ്ട് കൺസ്യൂമർ ലെവൽ മെഷർ ചെയ്യാത്തതുകൊണ്ട് തന്നെ വി ആർ ഓൺലി കൺസിഡറിങ് ഈ പറഞ്ഞ ബേസിക് പ്രൈസ്. സോ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡി വരുന്ന എവിടാ? പ്രൊഡക്റ്റ് ടാക്സ് ആൻഡ് പ്രൊഡക്റ്റ് സബ്സിഡി ബോത്ത് ദിസ് കം അണ്ടർ മാർക്കറ്റ് പ്രൈസ്. വിപണി വിലയ്ക്കകത്താണ് എന്ത്? പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും വരുന്നത്. ഇവിടെ പറഞ്ഞത് മാർക്കറ്റ് പ്രൈസ് അല്ല, ബേസിക് പ്രൈസ് ആണ്. സോ ബേസിക് പ്രൈസ് 10 രൂപ എന്ന് വിചാരിക്കുക. ഈ 10 രൂപ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ 10 രൂപയ്ക്കകത്ത് നിന്നാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ പോകുന്നത്. അതാണ് എന്ത്? നമ്മുടെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്ന പൈസ, അതാണ് എന്ത്? ഫാക്ടർ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു റെന്റ് പ്ലസ് വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. സോ 10 രൂപ ബേസിക് പ്രൈസ് ആൻഡ് സപ്പോസ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു 8 രൂപ, 2 രൂപ 2 രൂപ 2 രൂപ 2 രൂപ, അങ്ങനെ 8 രൂപയാണെന്ത്? ഫാക്ടർ കോസ്റ്റ് വിചാരിക്കുക. ഇതിന് മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ ടാക്സ് ഇതാക്കാം, ലാൻഡ് റവന്യൂ, ഭൂനികുതി, നമ്മുടെ കർഷകനാണ്, സോ ഭൂനികുതി വേണം ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈടാക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഇപ്പൊ ഒന്നുമില്ല. സപ്പോസ് ദർ ഈസ് സം ഫീസ് ചാർജ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് യു ക്യാൻ സി ദ ടാക്സ് ഈസ് സപ്പോസ് 5 രൂപ ടാക്സ് എന്ന് വിചാരിക്കാം. ലാൻഡ് റവന്യൂവും ഒക്കെ ഉൾപ്പെടെ 5 രൂപ ടാക്സ് വന്നു. അതുപോലെ ഫാമർ വിൽ ഗെറ്റ് സം സബ്സിഡീസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. നിർമ്മാണ സമയത്ത് ചില സബ്സിഡി ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ലൈക്ക് ഇലക്ട്രിസിറ്റി സബ്സിഡി, നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ ഫാമറിന് വൈദ്യുതി സബ്സിഡി കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി സബ്സിഡി ടു ഫാമേഴ്സ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി, റെയിൽവേ സബ്സിഡി കൊടുക്കാറുണ്ട്. ആ സബ്സിഡി ഈസ് ഈക്വൽ ടു 3 രൂപ എന്ന് ചോദിച്ചു സബ്സിഡി. സോ എത്ര വരും? 8 പ്ലസ് 5 മൈനസ് 3 is equal to 10. So in actual scenario we can see there includes production taxum അതുപോലെ production subsidy വരും. So equation വരും GVA at basic price equal to GVA at factor cost plus production tax minus production subsidy വരും. Okay, clear ആണോ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. So GVA at basic price equal to GVA at factor cost production tax minus production. Equation ഓർത്തിരിക്കുക, very important. They may ask in prelims. So കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആഫ്റ്റർ KAS എക്സാം നടന്ന ചില ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, so if you have the opportunity to see the recent degree level prelims questions or mains questions, they are asking concepts, pure concepts from national accounting. ഈ പറഞ്ഞ നാഷണൽ അക്കൗണ്ടിൽ നിന്ന് പ്യുവർ കൺസെപ്റ്റ്സ് ലൈക്ക് ഇക്വേഷൻ തന്നെ വെക്കുന്നുണ്ട്. GVA at basic price equal to GVA at factor cost minus production tax plus subsidy. ഈ പറഞ്ഞ സൈൻ മാറ്റി മറിച്ചും കൊടുക്കും, പ്ലസ് മൈനസ് കൊടുക്കും. So you have to be very thorough with this equation. GVA at basic price equal to GVA at factor cost plus production tax minus production subsidy. പ്രൊഡക്റ്റ് അല്ല, പ്രൊഡക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അത് ഓർത്തിരിക്കാൻ ഒരു കാര്യം ഓർത്താൽ മതി, വാല്യൂ അഡിഷൻ ഈസ് ഡൺ അറ്റ് പ്രൊഡ്യൂസർ ലെവൽ. നിർമ്മാതാവിന്റെ ലെവലിലാണെന്ത് വാല്യൂ അഡിഷൻ വരുന്നത് എന്ന കാര്യം ഇവിടെ അറിഞ്ഞിരിക്കുക.
Okay ആണോ? Shall I move forward? പ്ലീസ് റെസ്പോണ്ട്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരുടെ മുഖം. അപ്പൊ ഈ മുഖം മറ്റേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ പലരുടെയും മുഖം എനിക്കറിയില്ല. സോ ഞാൻ ഫോട്ടോ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കാം എപ്പോഴേലും. അത് മാത്രമല്ല, വി വിൽ ഹാവ് ഒരു മെന്റർഷിപ്പ് ഉണ്ടല്ലോ, അതോട് പറയട്ടെ. സോ നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് വിൽ ബി ഓൺ 22 സെപ്റ്റംബർ ആയിരിക്കും. അത് ശ്രീനാരായണ ഗുരു എന്താണ് ജയന്തി സമാധി അല്ലേ? ശ്രീനാരായണ ഗുരു സമാധിയാണ്. സോ അതുകൊണ്ട് അന്ന് വൈകിട്ടായിരിക്കും. കാരണം തിരക്കാലം കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് വിൽ ബി ഹാവിംഗ് ദ ഫസ്റ്റ് മെന്റർഷിപ്പ്. സോ 1 hour സെഷൻ ആയിരിക്കും. ഇൻഡിവിജ്വൽ ആണ്, ഗ്രൂപ്പ് അല്ല, 1-on-1 ആണ്. ഓരോരുത്തരായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഞാൻ ടൈം സ്ലോട്ട് തരും, ഓരോരുത്തർക്കും ടൈം സ്ലോട്ട് തരാം. അതനുസരിച്ച് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. സോ ഓൾമോസ്റ്റ് ഹാഫ് അവർ ആയിരിക്കും, മിനിമം ഹാഫ് അവർ സ്ലോട്ട് ആയിരിക്കും, മിനിമം ഹാഫ് അവർ സ്ലോട്ട് ആണ്. സോ എല്ലാവരും 1-on-1 സെഷൻ ആയിരിക്കും. ഐ വിൽ ഗിവ് യു ടൈം സ്ലോട്ട്സ് ഫോർ ഈച്ച് വൺ ഓഫ് യു. സോ യു ക്യാൻ ജോയിൻ അറ്റ് ദാറ്റ് ടൈം. ആ ടൈം ജോയിൻ ചെയ്താൽ മതി. എപ്പോഴാണ് ടൈം സ്ലോട്ട് അപ്പോൾ ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീക്കിലേക്ക് 8-നോ 9-നോ ഞാനത് ടൈം സ്ലോട്ട് തരാം. സോ നിങ്ങൾക്ക് എന്താ ആ തരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം. ഇൻ കേസ് കൺവീനിയൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ടൈം പറ്റില്ല എങ്കിൽ യു ക്യാൻ മൂവ് ഫോർവേഡ് ടു അനദർ ഡേറ്റ്. ശനിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയോ പ്രാവശ്യം മാറ്റാം. സോ വിൽ ബിഗിൻ ദ മെന്റർഷിപ്പ് ഓൺ 22 സെപ്റ്റംബർ 2023. അത് ഓർത്തിരിക്കുക എല്ലാവരും. വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഈവനിങ് ആയിരിക്കും. എനിക്കൊന്ന് ചടങ്ങൊക്കെ ഉണ്ടല്ലോ ചിലർക്ക്, അപ്പൊ അതുകൊണ്ട് രാത്രിയിലേക്കായിരിക്കും. കുഴപ്പമില്ലല്ലോ? ഇസ് ദർ ഇൻകൺവീനിയൻസ് ഉണ്ടോ? 22 അല്ലെ 23, 2 ദിവസം കാണും ചിലപ്പോൾ, ഇൻ കേസ് ഡേറ്റ്. ഓക്കെ. സോ ഞാൻ ഡേറ്റ് സ്ലോട്ട് ഞാൻ അന്നത്തേക്ക് അറിയിക്കാം. അതിന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാം, എല്ലാവരും നമുക്ക് നേരിട്ട് കാണാം. അത് മാത്രമല്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ടെസ്റ്റ്, ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കമ്മിങ് വീക്ക് വിൽ ബി ഹാവിങ് അനദർ ടെസ്റ്റ് ആണ് അടുത്ത ആഴ്ച. അപ്പം ആ രണ്ട് ടെസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യണം. ഒരെണ്ണം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ, ഫസ്റ്റ് ടെസ്റ്റ്. ഇന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഒന്ന് കമ്മിങ് വീക്ക് നെക്സ്റ്റ് ടെസ്റ്റ് ആണ്, സെക്കൻഡ് ടെസ്റ്റ് ആണ്. ആൻഡ് അതും എന്ത് ചെയ്യുക, 22-ാം തീയതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് GDP. സോ നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ ഡിഫറെന്റ് ഫോംസ് പറഞ്ഞല്ലോ ഞാൻ, പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. There are different forms of GDP of a country. So GDP, sorry, national of a country, GDP, GNP, NDP, NNP. ഇതിൽ എന്താണ്? All these are different forms of national income. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ആണെന്ത് ഈ പറഞ്ഞ GDP ആയാലും GNP ആയാലും NDP ആയാലും NNP ആയാലും എല്ലാം. സോ ഫസ്റ്റ് ഈസ് GDP. മലയാളം പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. സോ GDP ഇൻ മലയാളം വി ക്യാൻ സേ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ GDP ഈസ് ദ monetary value of final goods and services which are produced within the domestic territory of a country during a given time period. ഓക്കെ, നിങ്ങൾ സ്ലൈഡ് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കും, കാരണം സ്ലൈഡ് മേ ബി ഡിഫറെന്റ് ആയിരിക്കും. സോ എന്നെ നോക്കുക. എന്താ പറഞ്ഞേ? GDP എന്താണ്? GDP ഈസ് ദ monetary value of final goods and services which are produced within the territory of a country. Okay, which are produced in the territory of a country during a given time period or a financial year. So 4 points ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, GDP ഡിഫൈൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. So you have to be aware about 4 points. ഏതാണ്? ഫസ്റ്റ് പോയിന്റ്, GDP is a monetary value ആണ്. GDP എന്താ? ഒരു മണി വാല്യൂ ആണ്. എന്തിന്റെ മണി വാല്യൂ ആണ്? എന്തിന്റെ മണി വാല്യൂ ആണ്? GDP is the monetary value or money value or market value. എന്തിന്റെ മാർക്കറ്റ് വാല്യൂ? എന്തിന്റെ മണി വാല്യൂ? ഓഫ് ഫൈനൽ ഗുഡ്സ്
ആൻഡ് സർവീസസ്. സോ ഒരു കൺട്രിയുടെ നിർമ്മിച്ച ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ. ആൻഡ് ഈ പറഞ്ഞ ഫൈനൽ ഗുഡ്സ് സർവീസസ് എവിടെ നിർമ്മിക്കപ്പെടണം? ഈ പറഞ്ഞ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെ നിർമ്മിക്കപ്പെടണം? ഇറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ ആഭ്യന്തര ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? നിർമ്മിക്കപ്പെടണം. ആൻഡ് എപ്പോ നിർമ്മിച്ചതായിരിക്കണം ഇത്? ഇറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെറിട്ടറി ഡ്യൂറിങ് എ given financial year or a given time period. So 4 points. GDP മണി വാല്യൂ ആണ്. എന്തിന്റെ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ. എവിടെ നിർമ്മിച്ചത്? ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. എപ്പോൾ നിർമ്മിച്ചത്? ഓൺ എ ഗിവൺ ഫിനാൻഷ്യൽ ഇയർ. സോ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, when we discussed GVA, when we discussed final goods, intermediate goods. സോ എന്തിനാണ് ഇത് ദീർഘമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഇലാബറേറ്റ് ആയിട്ട് ദ ടേം ഫൈനൽ ഗുഡ്സ് അതുപോലെ ദ കൺസെപ്റ്റ് ഓഫ് ഗ്രോസ് വാല്യൂ അഡിഷൻ ഡിസ്കസ് ചെയ്ത് മനസ്സിലായോ? ബിക്കോസ് വി നീഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ അബൌട്ട് ഫൈനൽ ഗുഡ്സ്. എന്താണ് ഈ ഫൈനൽ ഗുഡ്സ് മീൻ ചെയ്യുന്നത് എന്നെന്ത് ചെയ്യണമായിരുന്നു? ബോധ്യപ്പെടുത്തണമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഞാൻ അതിനുവേണ്ടിയാണ് ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഐ ഹാവ് ടു മേക്ക് യു ക്ലിയർ ദാറ്റ് why we consider final goods, why we are not just saying goods and services. എന്തുകൊണ്ട് just goods and services മാത്രം പറയുന്നില്ല? എന്തുകൊണ്ട് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നു? അതെന്ത് വേണം? അതിനുവേണ്ടിയാണ് we are discussed this gross value addition. അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞില്ലേ? ടാറ്റ കാറിന്റെ നിർമ്മാണം. we have discussed 3 examples. ഓർമ്മയുണ്ടല്ലോ? ഒന്ന് CCD എക്സാമ്പിൾ, then ടാറ്റയുടെ ഒരു സിംഗിൾ എക്സാമ്പിൾ, then ഈ പറഞ്ഞ ഒരു കൺട്രിയിലുള്ള കമ്പനി കുറച്ച് സാധനം ടാറ്റയ്ക്ക് കൊടുക്കുന്നു, കുറച്ച് സാധനം മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നു, മാർക്കറ്റിൽ കൺസ്യൂമറിന് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ഡിസ്കസ്ഡ് 3 എക്സാമ്പിൾസ് ഇൻ 3 ഡിഫറെന്റ് വേസ് ടു മേക്ക് യു ക്ലിയർ അബൌട്ട് ദിസ് ഫൈനൽ ഗുഡ്സ്. ക്ലിയർ ആണോ? ഇനി ചോദ്യം, എന്തുകൊണ്ടാണ് വൈ വി യൂസ് ദ ടേം monetary value? Is there a reason to mention monetary value? monetary value അല്ലെങ്കിൽ മണി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാൻ കാരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഈ മണി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാൻ? അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ GDP is the total quantity of goods and service produced എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് GDP is the money value of goods and services പറഞ്ഞത്? ചോദ്യം മനസ്സിലായോ? Why we don't use GDP is the total quantity of goods produced? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചില്ല? Why we used സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു GDP is the monetary value or GDP is the market value എന്ന് സ്പെസിഫിക് ആയിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? പറയാമോ? ചിന്തിച്ചു നോക്കൂ. തിങ്ക്. വെരി ഗുഡ്. എന്താണ്? ഗുഡ്സ് ആർ ഡൈവേഴ്സ് ആണ്. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഗുഡ്സും സർവീസും എവിടെ നിർമ്മിക്കപ്പെടുന്ന? ഈ പറഞ്ഞ ഗുഡ് സർവീസും ഒരു കൺട്രിയിലെ സെക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കാണുന്ന പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടേഴ്സിൽ നിർമ്മിക്കപ്പെടുന്നതാണെന്ത്? ഈ ഗുഡ്സും സർവീസസും ആണല്ലോ. സോ ഈ പറഞ്ഞ പ്രൈമറി, മാർക്കറ്ററി, ടെറിഷറി എന്നിങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് നിർമ്മിക്കപ്പെടുന്ന ഗുഡ്സും സർവീസും ആർ മെഷേർഡ് ഇൻ ഡിഫറെന്റ് യൂണിറ്റ്സ്. ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ, ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തത് ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കൺട്രിയിൽ 100 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു, 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചു, അതുപോലെ 100 കാറും എന്ത് ചെയ്തു ആ കൺട്രിയിൽ ഉൽപ്പാദിപ്പിച്ചു. സോ ദർ ഇസ് എ കൺട്രി എക്സ്.
എക്സ് ഒരു കൺട്രി ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞ ഈ കൺട്രിയിൽ എന്തൊക്കെ നിർമ്മിക്കുന്നത്? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. These are the only goods which is produced in this country X. എക്സ് എന്ന് പറഞ്ഞ ഈ കൺട്രിയിൽ നിർമ്മിക്കപ്പെട്ട ആകെയുള്ള ഉൽപ്പന്നം എന്തൊക്കെയാ? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. സോ ക്യാൻ ഐ ആഡ് ദീസ് ക്വാണ്ടിറ്റീസ്? എനിക്ക് ഈ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ? 100 kg റൈസ് പ്ലസ് 100 ലിറ്റർ മിൽക്ക് പ്ലസ് 100 കാർ ഈസ് ഈക്വൽ ടു 300 kg ലിറ്റർ നമ്പർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ഐ ആഡ് ദാറ്റ്? നോ, ആഡ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ഓരോ ഉൽപ്പന്നങ്ങളെയും മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ദ യൂണിറ്റ്സ് ആർ ഡിഫറെന്റ്, ദ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് ഡിഫറെന്റ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെയെല്ലാം, ഈ പറഞ്ഞ ഗുഡ്സിനെ എല്ലാം we need to accumulate, we need to concentrate in a single unit. ഒരു സിംഗിൾ യൂണിറ്റിലേക്ക്, ഒരു സിംഗിൾ വാല്യൂലേക്ക്, ഒരു സിംഗിൾ റെഫറൻസിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കൊണ്ടുവരണം. ആ സിംഗിൾ റെഫറൻസ് വാല്യൂ ആണ് എന്ത്? മണി. സോ മണി വാല്യൂലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോ വി ആർ കൺവേർട്ടിങ് ദിസ് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മണി വാല്യൂ. ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ അവരുടെ വാല്യൂ അനുസരിച്ച്, അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പണമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സപ്പോസ് 1 കിലോ അരിക്ക് 10 രൂപയെന്ന് വിചാരിക്കുക. അതുപോലെ 1 ലിറ്റർ പാലിന് 10 രൂപയെന്ന് വിചാരിക്കുക. ഒരു കാറിന് സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപ എന്ന് വിചാരിക്കുക. നമ്മൾ ടോയ് കാറല്ലേ, ചെറിയ കാറെന്ന് വിചാരിച്ചു, 100 രൂപ. സോ എന്താ പറഞ്ഞേ? 1 കിലോ അരിക്ക് 10 രൂപ, 1 ലിറ്റർ പാലിന് 10 രൂപ, ഒരു കാറിന് 100 രൂപ. സോ യു ക്യാൻ സി 100 കിലോ അരിക്ക് എത്ര വരും? അപ്പം 100 കിലോ അരിക്ക് 1000 രൂപ, 100 ലിറ്റർ പാലിന് 1000 രൂപ, 100 കാറിന് 10000 രൂപ. സോ മൊത്തം എത്ര വരും? 1000 പ്ലസ് 1000 പ്ലസ് 10000, ടോട്ടൽ 12000 വരും. ഇതായിരിക്കും എന്ത്? ആ കൺട്രിയിലെ GDP എന്ന് പറഞ്ഞാൽ. കാരണം GDP എന്താ? GDP is the final value of goods and services, or GDP is the market value of final goods and services which is produced in the territory of a country during a financial year. Okay, so നമ്മൾ നോക്കുവാണെങ്കിൽ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, when we discussed the rationale behind estimating national income accounting, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം പറഞ്ഞ സമയത്ത് we have discussed it is used to compare economies. പല രാജ്യങ്ങളെയും അവിടെ സമ്പദ്ഘടനകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം, ഇന്ത്യയുടെ GDP വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി $3.7 ട്രില്യൺ ആണെന്ന് പറഞ്ഞില്ലേ? $3.7 ട്രില്യൺ ആണ് അപ്രോക്സിമേറ്റ്ലി എന്ത്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ GDP വാല്യൂ. സോ GDP എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരേണ്ടത്? ഒരു മണി വാല്യൂ ആണ്, അത് ഉൽപ്പന്നങ്ങളുടെ മണി വാല്യൂ ആണ് എന്ന ഐഡിയ മനസ്സിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് വൈ വി യൂസ്ഡ് മണി വാല്യൂ. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞാൽ ആ കൺട്രിയിലെ സെക്ടേഴ്സിൽ നിർമ്മിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഫൈനൽ സർവീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻ ദിസ് ഇക്വേഷൻ ദ തേർഡ് ടേം ടു ബി ഡിസ്കസ്ഡ് ഈസ് GDP എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ആഭ്യന്തര വിപണിയിൽ, ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നമാണെന്നാണ് പറയുന്നത്. സോ ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ വി യൂസ് ടു കൺസ്യൂം ആപ്പിൾ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആപ്പിൾ കഴിക്കാറുണ്ട്. ഈ ആപ്പിള് അതുപോലെ ഓറഞ്ച് ഇത് പലതും വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ചിലപ്പം ചില ഓറഞ്ച് ഒക്കെ നോക്കുവാണെങ്കിൽ ചിലത് വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ്, അതുപോലെ ആപ്പിൾ വരുന്നത് അമേരിക്ക എന്നൊക്കെയാണ്. നമുക്കുണ്ട് ആകെ വരുന്നത് ഹിമാലയത്തിൽ നിന്നൊക്കെയാണ്, ഹിമാലയത്തിൽ നിന്ന് ആപ്പിൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും മോർ ഓഫൺ യൂസ് ടു import apple from foreign countries, especially from America. So ചോദ്യം, അമേരിക്കൻ ആപ്പിൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, അമേരിക്കൻ ആപ്പിൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, do we include
ദാറ്റ് ഇൻ ഇന്ത്യസ് GDP. ഇന്ത്യയുടെ GDP യിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമോ? അമേരിക്കയിലെ ആപ്പിള് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ GDP യിൽ അത് ഇൻക്ലൂഡ് ചെയ്യുമോ? ഇല്ല, ഇല്ല, നോ. എന്തുകൊണ്ടാണ്? ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഇന്ത്യ. സോ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞു മണി എന്ന കാര്യം ഓർമ്മ വരണം. അടുത്ത ഓർമ്മയുടെ കാര്യം ദ GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. എന്താണ്? GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. അതായത് ഏരിയ ഓഫ് പ്രൊഡക്ഷൻ, എവിടെ നിർമ്മാണം നടന്നു, എവിടെ ഉൽപാദനം നടന്നു എന്നാണ് എന്ത് GDP മോർ കൺസേൺ ആവുന്നത്. എവിടെയാണ് ഉൽപാദനം നടന്നത്? ഇന്ത്യക്കകത്താണോ ഇന്ത്യക്ക് പുറത്താണോ? സോ GDP ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ. സോ വി ക്യാൻ സേ GDP ഈസ് ടെറിട്ടറി സ്പെസിഫിക് എന്ന് പറയാം നമുക്ക്. GDP എന്താണ്? ടെറിട്ടറി സ്പെസിഫിക് ആണ്. GDP ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ. സോ വേറൊരു എക്സാമ്പിൾ, Amazon.in അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. Amazon.in ഈസ് എ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് Amazon.in. സോ Amazon.in ഈസ് പ്രൊവൈഡിങ് ഇ-കൊമേഴ്സ് സർവീസ് ഇൻ ഇന്ത്യ. ചോദ്യമാണ്, Amazon.in സർവീസ് ഇന്ത്യയുടെ GDP ഇൻക്ലൂഡ് ചെയ്യുമോ? അറിഞ്ഞിരിക്കുക, Amazon.in അമേരിക്കൻ കമ്പനിയാണ്. Amazon.in എന്താ? Amazon.in അമേരിക്കൻ കമ്പനിയാ. നമ്മുടെ ജെഫ് ബെസോസ് എന്ന കോടീശ്വരൻ ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അമേരിക്കൻ കമ്പനി ഇന്ത്യയിലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. GDP ഉണ്ടോ ഇല്ലയോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം ക്ലിയർ ആണല്ലോ. Amazon.in is a company in India which is providing e-commerce service. So ഈ പറഞ്ഞ Amazon.in ഇ-കൊമേഴ്സ് സർവീസ് ഇന്ത്യയുടെ GDP ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ? എല്ലാവർക്കും ഉത്തരവില്ല. റെസ്പോണ്ട് ചെയ്യുക, കഴിയുന്നവർ റെസ്പോണ്ട് ചെയ്യുക. ഇപ്പൊ ട്രാവൽ അല്ല, അല്ലെങ്കിൽ വേറെ പണിയൊന്നും ചെയ്യുമല്ല, എങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്യും. എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വൈ ഇറ്റ് ഇസ് ഇൻക്ലൂഡഡ്? എന്തിനാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് Amazon.in യെസ്, വെരി ഗുഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാൻ പറഞ്ഞു GDP മണി വാല്യൂ ആണ്, ഓക്കെ. അതുപോലെ GDP മറ്റെന്താണ്? ടെറിട്ടറി സ്പെസിഫിക് ആണ്. GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. എവിടെ നിർമ്മാണം നടന്നു എന്നാണ് GDP നോക്കുന്നത്. Amazon.in അമേരിക്കൻ ഫാം ആയിക്കോട്ടെ, പക്ഷേ ആ കമ്പനി എവിടെയാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്ത്യക്കകത്താ, വിത്തിൻ ഇന്ത്യയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഇന്ത്യയുടെ GDP ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, വാൾമാർട്ട് എന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യുന്നു? ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ സി ദ ഇ-കൊമേഴ്സ് സർവീസ് ഓഫ് ഫ്ലിപ്കാർട്ട് വിൽ ഓൾസോ ബി ഇൻക്ലൂഡ് അണ്ടർ ഇന്ത്യസ് GDP ബിക്കോസ് ഇന്ത്യക്കകത്താണ് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ, ടാറ്റ എന്ന കമ്പനി. ഓക്കെ. സോ നമുക്കറിയാം, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ഗുഡിലുള്ള ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ ടാറ്റ എന്ന കമ്പനി. ഈ ടാറ്റ എന്ന കമ്പനിക്ക് ദർ ആർ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇ-കൊമേഴ്സ് ഓപ്പറേഷൻ ഉണ്ട്, ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കാർഡ്, അതുപോലെ കാറിന്റെ നിർമ്മാണമുണ്ട് ടാറ്റയ്ക്ക്. അതുപോലെ തന്നെ ടാറ്റ ഈസ് ഓണിങ് സോഫ്റ്റ്വെയർ ബിസിനസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ബിസിനസ് TCS എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. സോ ധാരാളം
സ്റ്റുഡിയോ, അതെ, സ്റ്റുഡിയോ ടാറ്റയുടെയാണ്. സോ ധാരാളം ഈ പറഞ്ഞ കമ്പനികളാണ് ടാറ്റ. നമ്മുടെ UK ഒരു കമ്പനി ഉണ്ട്, നമുക്കറിയായിരിക്കും, ലാൻഡ് റോവർ. ഒരു കാർ ഫേം ആണ് ലാൻഡ് റോവർ. ഈ ലാൻഡ് റോവറിന്റെ കീഴിലായിരുന്നു പണ്ട് ജാഗ്വർ എന്ന ഒരു കാർ. സിനിമ വരുമ്പോ ഈ കാറിന്റെ ഫ്രണ്ടിൽ ജാഗ്വർ ചാടുന്ന കണ്ടുണ്ടോ? ഒരു ലോഗോയാണ്, ഒരു ഐക്കൺ. സോ ജാഗ്വർ കാർ. സോ അതെ, പിൻ ടു പ്ലേ ടാറ്റയ്ക്ക് ഉണ്ട്. സോ ജാഗ്വർ കാർ കണ്ടു കാണുമല്ലോ. സോ ഇത് ലാൻഡ് റോവർ ഓൺ ചെയ്യുന്ന ജാഗ്വർ കാർ സത്യം പറഞ്ഞാൽ UK ഫേം ആണ്, നമ്മുടെ ബ്രിട്ടനിലെ ഫേം ആണ് ഈ ജാഗ്വർ കാർ. എന്നാൽ ടാറ്റ ഹാസ് അക്വയർഡ് ദിസ് ലാൻഡ് റോവർ ആൻഡ് ജാഗ്വറിന്റെ ബിസിനസ് ടാറ്റ അക്വയർ ചെയ്തു. ആൻഡ് ജാഗ്വർ ടാറ്റ ഇന്ത്യൻ കമ്പനിയാണ്. ജാഗ്വർ ടാറ്റ ഓൺ ചെയ്യുന്നു. ടാറ്റ എന്ത് ചെയ്യുന്നു? ജാഗ്വർ കാർ വിൽക്കുന്നു. ചോദ്യം, when Tata is selling Jaguar car, will that be included in India's GDP? ഇന്ത്യയുടെ GDP ഇത് ഇൻക്ലൂഡ് ചെയ്യുമോ? ജാഗ്വർ കാർ, UK ജാഗ്വർ കാർ ടാറ്റ വിൽക്കുമ്പോ അത് ഇന്ത്യയുടെ GDP ഇൻക്ലൂഡ് ചെയ്യുമോ? ഇൻക്ലൂഡ് ചെയ്യുമോ? നോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഞാൻ എന്താ പറഞ്ഞേ? UK ഫേം ആണ് ലാൻഡ് റോവർ, അതിന് കീഴിൽ വരുന്നതാണ് എന്ത്? ജാഗ്വർ കാറിന്റെ ബിസിനസ്. സോ UK കമ്പനിയായ ലാൻഡ് റോവറിന്റെ ജാഗ്വർ കാറ് ടാറ്റ ഏറ്റെടുത്തു. ടാറ്റ അത് ഓൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ജാഗ്വർ കാറ് നിർമ്മിക്കുന്ന എവിടാ? UK. UK നിർമ്മിച്ച് ഈ ജാഗ്വർ കാർ വിൽക്കുമ്പോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഇന്ത്യസ് GDP. ഈവൻ ദോ ടാറ്റ എന്ത് കമ്പനിയാ? ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി വിദേശത്ത് പോയി ഒരു കമ്പനി ഓൺ ചെയ്തു, വിദേശത്ത് പോയി ആ കമ്പനിയുടെ ബിസിനസ് നടത്തുന്നു, GDP വരത്തില്ല. സെയിം ആസ് ദ കേസ് ഓഫ് Amazon.in. Amazon.in ഇന്ത്യയിൽ വന്ന് ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആമസോണിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ GDP വരും. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അമേരിക്കാസ് GDP. Amazon.inന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ എന്തിൽ വരത്തില്ല? അമേരിക്കയുടെ GDP വരത്തില്ല. കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ എവിടാണ്? ഇന്ത്യയാണ്. സോ GDP എന്ന് പറഞ്ഞാൽ ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ TCS, നമ്മുടെ ടാറ്റ ഓൺ ചെയ്യുന്ന TCS കമ്പനി, they used to have software business in various parts of the world, including Silicon Valley. നമ്മുടെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഒന്നുണ്ട്, അവർക്ക് സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ TCS അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ, അമേരിക്കയിൽ സർവീസ് ഓഫർ ചെയ്യുമ്പോൾ എന്ത് വരത്തില്ല? ഇന്ത്യൻ GDP വരത്തില്ല. കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ എവിടാണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. സോ GDP എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, എവിടെ നിർമ്മാണം നടന്നു, എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതാണ് കൂടുതലും നോക്കുന്നത്. കൂടുതലല്ല, അതാണ് നോക്കുന്നത്. GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഓക്കെ. അതുപോലെ ഇൻ ദ കേസ് ഓഫ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി മാത്രമല്ല മീൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ടെറിട്ടറി എന്ന് പറയുമ്പോൾ ദ ടേം ടെറിട്ടറി ഡസ് നോട്ട് കൺസ്ട്രെയിൻ ദ ലാൻഡ് ഓഫ് ഇന്ത്യ ഓൺലി. ഇന്ത്യയുടെ ലാൻഡ് മാത്രമല്ല കൺസ്ട്രെയിൻ ചെയ്യുന്നത്, അല്ലെ, സോറി, ടെറിട്ടറി ലാൻഡ് മാത്രമല്ല കൺസ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ, ഇന്ത്യയുടെ ലാൻഡ് ഏരിയ ഫുൾ കവർ ചെയ്യുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് ബൗണ്ടിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഒരു കൺട്രിയുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ കടലിലേക്ക് പോകുന്നു. ആ ഏരിയക്ക് പറയുന്നതാണ് എന്ത്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. സോ ഫ്രം ലാൻഡ് ബൗണ്ടറി to 200 nautical mile into the sea is called as exclusive economic zone. ഇതിന്റെ പ്രത്യേകത, ഒരു കൺട്രിക്ക്
ഈ ഒരു ഏരിയയില് ലാൻഡ് ബൗണ്ടിൽ നിന്നുള്ള 200 നോട്ടിക്കൽ മൈൽ വരെ ഏരിയയില് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, സോറി ഒരു കൺട്രിക്ക് എന്ത് ചെയ്യാം, എ കൺട്രി ക്യാൻ കൺട്രോൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. ആ ഏരിയയിലെ പ്രവർത്തനം എന്ത് ചെയ്യാം, ഒരു കൺട്രിക്ക് നടത്താം. 200 നോട്ടിക്കൽ മൈൽ വരെ എന്താണ്, ഒരു കൺട്രിയുടെ സാമ്പത്തിക പ്രവർത്തന മേഖലയാണ്. അതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് മീൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഫിഷറി ആക്ടിവിറ്റി ഇല്ലേ, ഫിഷറീസ്, അതുപോലെ ചില മിനറൽസ് എക്സ്കവേഷൻ, ലൈക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് polymetallic nodules, extraction of polymetallic nodules from Indian Ocean. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് പോളിമെറ്റൽ നോഡ്യൂൾസിന്റെ എക്സ്ട്രാക്ഷൻ, പക്ഷെ ഒരു മിനറൽ ആണിത്. മഗ്നീഷ്യം, വലിയ ഈ പറഞ്ഞ ഹെവി മെറ്റൽസിന്റെ നോഡ്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം. നോക്കുവാണെങ്കിൽ ഫ്രം ലാൻഡ് ബൗണ്ടറി ടു 200 നോട്ടിക്കൽ മൈൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. നമ്മൾ പറയുന്ന GDP-ക്കകത്ത് ഈ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുമ്പോൾ പ്രൈമറി മേഖലയിലെ പ്രവർത്തനമാണെന്ത്, ഫിഷറീസ്. ആൻഡ് ഫിഷറീസ് പ്രവർത്തനം നടക്കുന്ന എവിടെ, കടലിലാണ്, നോട്ട് ഇൻ ലാൻഡ് ബൗണ്ടറി. ആണോ, ലാൻഡ് ബൗണ്ടറി ഉണ്ട്, നമ്മുടെ ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ട്. അതല്ലാതെ മെജോറിറ്റി എവിടെ വരുന്ന, ഈ പറഞ്ഞ കോസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സീൽ വരുന്നുണ്ട്. എവിടെ വരണം, GDP-യില് ഇൻക്ലൂഡ് ചെയ്യണം. സോ ലാൻഡ് ബൗണ്ടറി മാത്രമല്ല, അറിഞ്ഞിരിക്കുക, GDP-യിലെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇൻ ദ സീ. അതുപോലെ ഇന്ത്യൻസ് ഓർ ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഷിപ്പുകൾ, വെസൽസ്, ദ ഷിപ്സ് ഓർ വെസൽസ് ഓൺഡ് ബൈ ഇന്ത്യൻസ് ഓർ ഇന്ത്യൻ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ സർക്കാരോ ഇന്ത്യക്കാരോ ഓൺ ചെയ്യുന്ന ഇന്ത്യൻ ഷിപ്പുകൾ, ഇന്ത്യൻ വെസൽസ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ്, അതും എന്താണ്, ടെറിട്ടറിയാണ്. സോ ഈ പറഞ്ഞ ഇന്ത്യൻ ഷിപ്സ്, ഇന്ത്യൻ വെസൽസ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ്, അതും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോവാണെന്ന് വെച്ചോ. ഇന്ത്യയുടെ ഒരു ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോവാണ്. ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു ഒരു കൺട്രി. എന്താ മീൻ ചെയ്യുന്നത്, ദാറ്റ് കൺട്രി ഈസ് അറ്റാക്കിങ് ഇന്ത്യയാണ്. സോ ഈ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഷിപ്പ്, വെസൽ, എയർക്രാഫ്റ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇന്ത്യസ് ടെറിട്ടറി. അതെന്താണ്, ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റ്സ് ഓഫീസ്, ഇന്ത്യയുടെ കോൺസുലേറ്റ് ഓഫീസേഴ്സ് ഓർ നമ്മൾ പറയുന്ന ഡിപ്ലോമാറ്റ് ഓഫീസേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്, ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറലിന്റെ ഓഫീസുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്തെങ്കിലും നയം കൊണ്ടുവരുന്നു, ആ സമയത്ത് പലപ്പോഴും ആ നയത്തിനെതിരെ പ്രതിഷേധം വരും. സോ ഇപ്പൊ ഉദാഹരണം ഫാമേഴ്സ് ബില്ല് വന്നു. സോ ഫാമേഴ്സ് ബില്ലിനെതിരെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ധാരാളം പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ അവിടെ ആളുകൾ എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഡിപ്ലോമാറ്റ് ഓഫീസിന് മുമ്പിൽ പോയിട്ട്, ഇന്ത്യയിലെ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്തു, നിഷേധിച്ചു. ഈ പറഞ്ഞ കോൺസുലേറ്റ് ഓഫീസർ, ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇന്ത്യയാണ്. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കോൺസുലേറ്റ് ഓഫീസിനകത്ത് ഒരു കൊല നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ he will be tried as per India's law. ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത്, ഒരു ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ കോൺസുലേറ്റ് ഓഫീസിനകത്ത് ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ട്രയൽഡ് ആസ് പെർ ഇന്ത്യൻ പിനൽ കോഡ് അല്ലെങ്കിൽ CRPC വെച്ചായിരിക്കും എന്ത്, ആ വ്യക്തിയെ ട്രയൽ ചെയ്യുന്നത്, അയാൾക്കെതിരെ നടപടി എടുക്കുന്നത്. സോ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മച്ച് വൈഡർ കൺസെപ്റ്റ്. അറിഞ്ഞിരിക്കുക, ലാൻഡ് ബൗണ്ടറി എന്ന് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യരുത്. ലാൻഡ് ബൗണ്ടറി ഉണ്ട്, അതുപോലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ വെസൽസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ ഇന്ത്യയിലെ ഫോറിൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫീസേഴ്സ്, ഡിപ്ലോമാറ്റ് ഓഫീസേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. സോ അതെന്താ, അത് ഇന്ത്യയാണ്. ഉദാഹരണം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ
ഫോറിൻ കൺട്രീസ്, ഇപ്പൊ പാകിസ്ഥാൻ എന്ന കൺട്രിക്ക് സപ്പോസ് ഇന്ത്യയില് അവർക്ക് ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക. പാകിസ്ഥാൻ കൺട്രിക്ക് ഇന്ത്യയില് ഡിപ്ലോമേറ്റ് ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ കോൺസുലേറ്റ് ഓഫീസ് ഉണ്ട്. ആൻഡ് വെൻ ഐ എന്റേർഡ് ഇൻ ടു ദാറ്റ് ഓഫീസ്, ഞാനിപ്പോ നിൽക്കുന്ന എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതുപോലെ പാകിസ്ഥാനില് ഇന്ത്യയുടെ ഒരു കോൺസുലേറ്റ് ഓഫീസ് ഉണ്ട്, അല്ല ഇന്ത്യയുടെ ഡിപ്ലോമേറ്റ് ഓഫീസ് ഉണ്ട്. അവിടെ ഞാൻ കയറി കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നത്? ഞാൻ ഇന്ത്യയിലാണ്. സോ ആസ് പെർ ഇന്റർനാഷണൽ നോംസ് വി ക്യാൻ സി വെൻ എ പേഴ്സൺ ഈസ് എൻറ്ററിങ് ഇൻ ടു എ കോൺസുലേറ്റ് ഓഫീസ്, ആ ഏത് കൺട്രിയുടെ ആണോ ആ ഓഫീസ്, ആ കൺട്രിയിലാണ് എന്ത് ആ വ്യക്തി നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ചു കാലം മുന്നേ നമ്മുടെ കേരളത്തിലെ ഒരു ക്രൈം, നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ, ട്രിവാൻഡ്രത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ഇറ്റലിയൻ നാവികർ വെടിവെച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ് ഇൻസിഡന്റ്? ഇറ്റാലിയൻ നാവികര്, മറൈൻസ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു. ആൻഡ് ആ ഒരു കേസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആ കേസ് ഓർമ്മയുണ്ട്, കുറച്ചുപേർക്ക് അറിയാം. സോ ഫ്യൂ ഇയേഴ്സ് ബാക്ക്, 2005 സമയത്താണ്, 2005-10 ആ കാലത്തിലാണ്. സോ ഡ്യൂറിങ് UPA ഗവൺമെന്റ് കാലത്താണ് ഉണ്ടാവുന്നത്. സോ യു ക്യാൻ സി, നമ്മുടെ ഇറ്റാലിയൻ മറൈൻസ് എൻട്രിക്ക ലെക്സി എന്നൊരു കപ്പുണ്ടായിരുന്നു, കപ്പല് എൻട്രിക്ക ലെക്സി, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ഷിപ്പ്. എൻട്രിക്ക ലെക്സി എന്നാണ് ഷിപ്പിന്റെ പേര്, LEXIE. ഈ പറഞ്ഞ ഷിപ്പ്, ഇറ്റ് വാസ് മൂവിങ് ആക്ച്വലി ഔട്ട്സൈഡ് എ റീജിയൻ കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഏതാണ്? EEZ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അതെത്രയാണ്? ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് 200 നോട്ടിക്കൽ മൈൽ. അടുത്ത് പറഞ്ഞ ഏരിയ എന്താ? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അതായത് നമ്മുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ഉള്ള ഏരിയ, അതാണെന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ഒരു കൺട്രിയുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലുള്ള ഏരിയ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ കണ്ട 200 നോട്ടിക്കൽ മൈലില് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺട്രിക്ക് അവിടെ ഇഷ്ടാനുസരണമുള്ള എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടറിൽ എ കൺട്രി ക്യാൻ ഗോ ബിയോണ്ട് എക്കണോമിക് ആക്ടിവിറ്റി. ഒരു കൺട്രിയുടെ നിയമം, ഒരു കൺട്രിയുടെ ലോ ആപ്ലിക്കബിൾ ആവുന്ന എല്ലാ നിയമങ്ങളും ആപ്ലിക്കബിൾ ആവുന്ന ഏരിയ ആണെന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വെച്ചാൽ ഒരു കൺട്രിയുടെ എക്സ്ക്ലൂസീവ് കൺട്രോൾ ആണ്, ഒരു കൺട്രിക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ആയ ഏരിയ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ദിസ് ഈസ് ദ ഏരിയ ഓഫ് കംപ്ലീറ്റ് കൺട്രോൾ ഫോർ എ കൺട്രി. സോ എന്ത് ചെയ്യാം? ഒരു കൺട്രിക്ക് അവിടെ പെട്രോളിംഗ് നടത്താം, ഇഷ്ടാനുസരണം ഈ പറഞ്ഞ എക്സൈസ് നടത്താം. നമ്മൾ കാണാറുണ്ടല്ലോ മിലിറ്ററി എക്സൈസസ്, ഇന്ത്യയും അമേരിക്കയുമായിട്ട്, ഇന്ത്യയും ജപ്പാനുമായിട്ട്, ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ട്. സോ ഇന്ത്യ യൂസ് ടു ഹാവ് മിലിറ്ററി എക്സൈസസ് വിത്ത് വേരിയസ് കൺട്രീസ്. അതിലെ മിലിറ്ററി എക്സൈസ് എന്ന് പറയുമ്പോൾ എന്താ? പരീക്ഷണം. ഇതാണല്ലോ ഈ പറഞ്ഞ നേവി ആയിട്ട്, ആർമി ആയിട്ട്, എയർഫോഴ്സ് ആയിട്ട്, അവർ പലരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ദ യൂസ് ടു കണ്ടക്ട് ഡിഫറെന്റ് എക്സ്പോസ് അല്ലെങ്കിൽ എക്സൈസസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഈ പറഞ്ഞ നേവൽ എക്സൈസ് നടക്കുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും? ഈ പറഞ്ഞ ടെറിട്ടറി വാട്ടറിലായിരിക്കും. സോ നേവൽ എക്സൈസ് ഒക്കെ നടക്കുന്നത് മെജോറിറ്റി കേസിലും ടെറിട്ടറി വാട്ടറിലായിരിക്കും. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ എൻട്രിക്കൽ ലെക്സി കേസിൽ പറയുമ്പോൾ ഇറ്റലി നാവികര് ഇവർ പുറത്ത് നിൽക്കുക, ടെറിട്ടറി വാട്ടറിന് പുറത്ത് നിൽക്കുക. പക്ഷെ വെടികൊണ്ട തൊഴിലാളികൾ വാസ് ഇൻ ദ ടെറിട്ടറി വാട്ടേഴ്സ്. ആൻഡ് ഇവര് ഇവിടെ നിന്ന് വെടിവെച്ചു. തിങ്ക് ദാറ്റ് ദേ ആർ, അങ്ങനെ അവർ പറഞ്ഞത് എന്താ? ഇവര് കടൽ കൊള്ളക്കാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വെടിവെച്ചെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് എനിവേ ദ ഷിപ്പ് വാസ് ഔട്ട്സൈഡ് ടെറിട്ടറി വാട്ടർ. നമ്മുടെ തൊഴിലാളികൾ, ഫിഷർമാൻ, വേർ ഇൻ ടെറിട്ടറി വാട്ടേഴ്സ്. ഇതായിരുന്നു ഇഷ്യൂ. കാരണം ക്രൈം നോക്കുവാണെങ്കിൽ വെടിവെച്ചത് പുറത്തും വെടികൊണ്ടത് അകത്തും. സോ എങ്ങനെ ട്രയൽ ചെയ്യപ്പെടണം? ആൻഡ് ഈ പറഞ്ഞ കേസ് കുറെ എന്താണ് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് ഈവൻ ചലഞ്ച് ഇൻ ICJ, നമ്മുടെ ഇന്റർനാഷണൽ
കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, ICJ, അവിടെ എല്ലാം ട്രയൽ ചെയ്യപ്പെട്ടു, അവിടെ എല്ലാം ചലഞ്ച് ചെയ്യപ്പെട്ടു. അവസാനം എനിവേ ശിക്ഷിച്ചു. ഈ പറഞ്ഞ നാവികരെ ശിക്ഷിക്കുകയും ഈ പറഞ്ഞ ഫാമിലിക്ക്, ഫിഷർമാന്റെ ഫാമിലിക്ക് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്തവര്. അങ്ങനെയാണ് അവർ ശിക്ഷ കുറച്ച് റെഡ്യൂസ് ചെയ്തത്. സോ എനിവേ ദിസ് ആർ ദ ഇഷ്യൂ. ഗവൺമെന്റ് ആക്കിയ പ്രശ്നം ടെറിട്ടറിയൽ വാട്ടേഴ്സ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ടെറിട്ടറിയൽ വാട്ടറും ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ആദ്യം കേൾക്കുന്ന അന്നാണ്. സോ ദിസ് വാസ് ദ ഇഷ്യൂ. ഇവര് പുറത്തേക്കുന്നു, പുറത്തുനിന്ന് വെടിവെച്ചു. കാര്യം നടന്നത് ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത്. അവര് വെടിവെച്ച് അവിടുന്ന ടെറിട്ടറി പുറത്ത്. അതാണ് ചലഞ്ച് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ ദിസ് വാസ് ദ കൺസെപ്റ്റ് ഓഫ് ടെറിട്ടറി. സോ ദ ഫോർത്ത് ടേം വാസ് ഫിനാൻഷ്യൽ ഇയർ. സോ നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP is the money value of final goods and services which are produced in the domestic territory of the country during a financial year, during a specific time period. അതാണ് എന്ത്? ഫിനാൻഷ്യൽ ഇയർ. സോ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 ആൻഡ് എൻഡ് ചെയ്യുന്നത് March 31 ഓഫ് കോൺസിക്യൂട്ടീവ് ഇയർ. സോ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സാമ്പത്തിക വർഷം പറയുമ്പോൾ അങ്ങനെ പറയുന്നത് 2020-21 കാലയളവ്, അല്ലെ 2021-22 കാലയളവ്. സോ April 1 to March 31 ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. സോ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആണ് GDP-യിൽ മെഷർ ചെയ്തത്. ഞാൻ ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഞാൻ ഈ കാർ വിൽക്കാൻ പോവാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു സെൽ ദിസ് കാർ. ഈ കാർ വിൽക്കുമ്പോൾ ആ വാല്യൂ ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ ഒരു കാറുണ്ട്, പണ്ടത്തെ ഒരു കാറാണ്, സപ്പോസ് വിന്റേജ് കാറാണ്. ഈ കാർ ഞാൻ വിൽക്കുകയാണ്. ആ കാർ വിൽക്കുമ്പോൾ അത് GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ കയ്യിലുള്ള വിന്റേജ് കാർ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഈ പറഞ്ഞ രാജാവിന്റെ കയ്യിലും കാറുണ്ട്. ഇത് ഞാൻ വിൽക്കുന്ന സമയത്ത് അത് GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? നോ. എന്തുകൊണ്ടാ? കാരണം ഈ കാർ നിർമ്മിക്കപ്പെട്ട എന്നാണ്? 2 കൊല്ലം മുമ്പ്, അല്ലെ 10 കൊല്ലം മുമ്പ്, 100 കൊല്ലം മുമ്പ്. നോക്കുവാണെങ്കിൽ the sale of second hand cars, the sale of second hand items will not be included in GDP. കാരണം എന്താ? GDP എന്ന് പറയുമ്പോൾ ആ നിശ്ചിത ടൈം പീരീഡ് നിർമ്മിച്ച ഉൽപ്പന്നമായിരിക്കണം. April 1 മുതൽ March 31 വരെയുള്ള ടൈം പീരീഡിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നം. സോ വി ആർ മോർ കൺസേൺ about the area of production, അതുപോലെ തന്നെ the time period of production. So second hand items എവിടെ വരില്ല? സെക്കൻഡ് ഹാൻഡ് ഐറ്റത്തിന്റെ സെയില് എവിടെ വരില്ല? GDP-യിൽ വരില്ല. ഞാൻ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം. നേരെ മറിച്ച് ഞാൻ എന്റെ ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാനായിട്ട് ഞാൻ ഒരു ഫേമിനെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു അപ്രോച്ച് എ ഫേം who used to sell second hand car service. സെക്കൻഡ് ഹാൻഡ് കാർ വിറ്റ് സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാൻ സഹായിക്കുന്ന ഒരു ഫേമിനെ ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ്. സപ്പോസ് പ്രീ-ഓൺഡ് കാർ സെല്ലേഴ്സ് എന്നൊരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. പ്രീ-ഓൺഡ് കാർ സെല്ലേഴ്സ് എന്നൊരു ഫേം ഉണ്ട്. ഈ ഫേമിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അത് എന്ത് പറയാണ്, എൻ്റെ ഒരു കാറുണ്ട്, ഈ കാർ എന്ത് ചെയ്യുക, നിങ്ങൾ വിറ്റ് തരിക. ഇവരെന്ത് ചെയ്യുന്നു? ഈ കാറ് അഡ്വർടൈസ് ചെയ്യുന്നു, അല്ലെ പ്രൊമോട്ട് ചെയ്യുന്നു, ആഡ് ഇറക്കുന്നു, പച്ചക്കാരോട് പറയുന്നു, അങ്ങനെ അവർ കാറ് വിൽക്കുന്നു. ആൻഡ് ദേ വിൽ ഗീവ് സം മണി. ഈ പറഞ്ഞ കാറിന്റെ പൈസ തരുന്നത്. നോക്കുവാണെങ്കിൽ വെൻ എ ഫേം ഈസ് പ്രൊവൈഡിങ്, ശ്രദ്ധിച്ചു കേൾക്കുക, വെൻ എ ഫേം ഈസ് പ്രൊവൈഡിങ് സർവീസ് ഫോർ സെല്ലിംഗ് സെക്കൻഡ് ഹാൻഡ് കാർ, സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേം സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ that will be included under national income. So സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കാനായിട്ട് ഒരു ഫേം സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഈ പറഞ്ഞ ഫേമിന് സർവീസ് എന്താ? സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ് ആണ്. സെക്കൻഡ് ഹാൻഡ് കാറിന്റെ സെല്ലിംഗ് ആണ് ഇവിടെ സർവീസ്.
സോ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഈ കാറ് വിൽക്കും. ഈ പറഞ്ഞ പ്രീ ഓൺഡ് കാർ സെല്ലേഴ്സ് എന്ന കമ്പനി ഈ കാറ് വിൽക്കും. അവരെ അതിന് കുറച്ച് പൈസ അവര് ഈടാക്കും. ഇതിനു വേണ്ടിയാണ്? ഫോർ ദ സർവീസ്. കാരണം ഈ ഫേമിനും എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, അതുപോലെ എന്റർപ്രണർ, ക്യാപിറ്റൽ, ഇതെല്ലാം ഉണ്ട്. സോ ഇവരെന്ത് വേണം? ചുമ്മാതല്ലല്ലോ, വിറ്റ് തരുമല്ലേ. നമ്മുടെ കാറ് വിറ്റ് തരുവാണ്. ആ വിറ്റ് തരുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്യണം? കുറച്ച് പൈസ അവർക്ക് കൊടുക്കണം. അവരെന്ത് ചെയ്യും? നമ്മൾ ഈടാക്കും. സോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പൈസ ഉപയോഗിക്കും. സോ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ് നോട്ട് ഇൻ GD. കാരണം എന്താ? ടൈം പീരീഡ് ഫുൾഫിൽ ചെയ്യുന്നില്ല. മറിച്ച് സർവീസ് ഓഫേർഡ് by a firm in selling second hand cars include ചെയ്യും. കാരണം it is a service during the current financial period. Clear ആണോ? Clear ആണോ? Definition clear ആണോ? Everyone? Is the definition clear? Hello. Sure. അതേ ഫിനാൻഷ്യൽ ഇയർ വാങ്ങിട്ട് അതേ ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മൾ വിൽക്കുവാണെങ്കിലോ? വരത്തില്ല. കാരണം എന്താ? ഓൾറെഡി ആ കാറിന്റെ വാല്യൂ എടുത്തതല്ലേ. ഓൾറെഡി ഒരു തവണ എന്ത് ചെയ്തു? ആ കാറിന്റെ വാല്യൂ എടുത്തതല്ലേ. പിന്നെയും വാല്യൂ എന്ത് ചെയ്യണ്ട? എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓൾറെഡി എന്ത് ചെയ്തു? വൺ ടൈം ആ കാർ വാങ്ങിച്ചപ്പോ ആ കാറിന്റെ വാല്യൂ GDP ആഡ് ചെയ്തു. പിന്നെയും ആ കാറ് വിൽക്കുകയാണെങ്കിൽ, കാരണം പ്രൊഡക്ഷൻ ഇല്ല, ദർ ഇസ് നോ ന്യൂ പ്രൊഡക്റ്റ്. GDP എന്ന് പറയുമ്പോൾ എന്താ? ഉൽപാദനം ഉണ്ടാവണം, ഒരു പുതിയ ഉൽപാദനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പുതിയ സർവീസിനെ പ്രൊവൈഡ് ചെയ്യണം. അവിടെ ഇല്ലത്. പക്ഷെ ഒരു ഫേം ഉണ്ടെങ്കിൽ, ഒരു ഫേം ഈ പറഞ്ഞ കാർ വിൽക്കാൻ വേണ്ടി ഒരു ഫേം സഹായിക്കുകയാണെങ്കിൽ അത് വരും, GDP അത് വരും. കാരണം എന്താ? അവർ ഇതുപോലെ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്ത് എംപ്ലോയീസിനെ കൊണ്ടാണ് എന്ത് ജീവിക്കുന്നത്. സോ അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, അവർക്ക് ലാഭം എടുക്കണം. സോ ആ ഒരു ഫേമിന്റെ സർവീസ് എന്ത് ചെയ്യും? GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ അതുപോലെ തന്നെ എവറി സമയമുണ്ടോ? നാളെ ഓഫീസ് ഉണ്ടോ എല്ലാവർക്കും? നാളെ രാവിലെ ഓഫീസ് ഉണ്ടോ? നമുക്കൊരു 10 വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാം. ഉണ്ട്. എന്നാ വേണ്ട, എന്നാ 9 നിർത്താം. എന്നാ ഷാപ്പ് 9 നിർത്താം. രാവിലെ ഉണ്ട്. രാവിലെ 9 മണിക്ക്, രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട് നാളെ. ക്ലിയറല്ലോ? റെക്കോർഡ് ക്ലാസ് കിട്ടും. ട്രൈ ടു ജോയിൻ. 6 to 8 ആണ് ഞാൻ വെച്ചേക്കുന്നത്. സോ ട്രൈ ടു ജോയിൻ നാളെ. സോ നമുക്ക് എന്നാ ഇന്ന് നിർത്താം. എന്നാ 6 മിനിറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് പറഞ്ഞു നിർത്താം. ഒരു കാര്യം പറഞ്ഞു നിർത്താം. സോ നമ്മൾ പലപ്പോഴും പേപ്പർ വായിക്കുമ്പോൾ വി യൂസ് ടു സീ ഇന്ത്യയുടെ ഗ്രോത്ത് ഇത്ര ശതമാനം വർദ്ധിച്ചു, ഇല്ലേ? ഇന്ത്യയുടെ ഗ്രോത്ത് ഇത്ര ശതമാനം വർദ്ധിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി വളരുന്നു, തളർച്ചയാണ് കാണാറുണ്ട്. അതുപോലെ ഇന്ത്യ ഈസ് ടാർഗറ്റിംഗ് 5 ട്രില്യൺ ഗ്രോത്ത്, 5 ട്രില്യൺ എക്കണോമി, 5 ട്രില്യൺ എക്കണോമി ആയിട്ട് ഇന്ത്യനെ മാറ്റുക എന്ന ലക്ഷ്യമുണ്ട് എന്ന് കാണാം. അതുപോലെ ഒന്നാം പാദത്തിൽ ഇത്ര വളർച്ച, രണ്ടാം പാദത്തിൽ തളർച്ച കാണാറില്ലേ? സോ ക്വാർട്ടർലി ഗ്രോത്ത് കൂടി, അല്ലെങ്കിൽ ഒന്നാം പാദ വളർച്ച കൂടി, രണ്ടാം പാദ വളർച്ച കുറഞ്ഞു എന്ന് കാണാറുണ്ട്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഗോയിങ് ടു ഡിസ്കസ് എങ്ങനെയാണ് ഈ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. സോ GDP ഷ്രിങ്സ്, GDP അപ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ്, ഹൗ വി ആർ മെഷറിംഗ് ഗ്രോത്ത്, GDP ഗ്രോത്ത് ഇൻ എ കൺട്രി. സോ GDP ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ. ആൻഡ് ബിഫോർ ലീവിങ്, വൺ മോർ തിങ്. ഞാൻ പറഞ്ഞു നമ്മുടെ GDP ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. എന്ത് GDP റിലീസ് ചെയ്യുന്നത് പറഞ്ഞാണല്ലോ. നാഷണൽ ഇൻകം ആയാലും GDP ആയാലും റിലീസ് ചെയ്യുന്നത് ക്വാർട്ടർലിയാണ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എന്താ? ഒരു വർഷം ഉണ്ടെങ്കിൽ 4 ക്വാർട്ടർ കാണും. 4 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടറിൽ 3 മാസം.
12 മാസമുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. ഏപ്രിൽ, മെയ്, ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ third quarter, Jan, Feb, March fourth quarter. So these are the 4 quarters in a financial year. And GDP, ഈ പറഞ്ഞ ഓരോ ക്വാർട്ടർ receive. This is quarter 1, this is quarter 2, this is quarter 3, and this is quarter 4. And suppose consider financial year 2020-21. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. The fourth quarter of financial year 2020-21, 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ 4ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is same as the first quarter of calendar year 2021. ശരിയാണോ? 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ 4ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is same as the first quarter of calendar year 2021. അതായത് നോക്കൂ, നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. സോ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയാണ് എന്ത് ഫിനാൻഷ്യൽ ഇയർ നീണ്ടു നിൽക്കുന്നത്. ആൻഡ് 2021 കലണ്ടർ എന്ന് പറയുമ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ വരെയുള്ള കാലമാണെന്ത് കലണ്ടർ ഇയർ എന്ന് പറഞ്ഞ കലണ്ടർ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കലണ്ടർ ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടർ ഏതാ? ജാൻ, ഫെബ്, മാർച്ച് ആണ്. ദാറ്റ് ഈസ് Q1 ഓഫ് കലണ്ടർ ഇയർ. എന്നാൽ ദിസ് Q1 ഓഫ് കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഈസ് Q4 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2020-21. സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദമാണ് കലണ്ടർ ഇയറിന്റെ 1ാം പാദം ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി തിങ്. ആൻഡ് ആൾസോ നമ്മുടെ GDP ഡേറ്റ റിലീസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് റിലീസ്ഡ് വിത്ത് എ ലാഗ് ഓഫ് 2 months ഇന്റർവെൽ. 2 മാസത്തെ ഇന്റർവെല്ലാണ് ഡേറ്റ എപ്പോൾ റിലീസ് ചെയ്യുന്നത്. സോ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന ഫസ്റ്റ് പാദം, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന ഫസ്റ്റ് പാദത്തിന്റെ ഡേറ്റ റിലീസ് ചെയ്യുന്നത് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഓഗസ്റ്റ് ആയിരിക്കും. ഓഗസ്റ്റ് മാസം അവസാനമായിരിക്കും എന്ത് ഓഗസ്റ്റ് മാസത്തെ അവസാന വാക്കിന്റെയിലായിരിക്കും എന്ത് ഏപ്രിൽ, മെയ്, ജൂണിന്റെ ഡേറ്റ റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന Q2 ഡേറ്റ വിൽ ബി റിലീസ്ഡ് അറൌണ്ട് നവംബർ. നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് അവസാനം ഫസ്റ്റ് ഭാഗത്തിന്റെ Q1 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്ത് ചെയ്തിട്ടുണ്ട്? റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ 2023-24 ഏപ്രിൽ 1, 2023 മുതൽ മാർച്ച് 31, 2024 വരെയുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടർ ഏതായിരുന്നു? ഏപ്രിൽ, മെയ്, ജൂൺ. ആ ഡേറ്റ എന്നാ റിലീസ് ചെയ്തത്? ഓഗസ്റ്റ് അവസാന ദിവസമായിരുന്നു. യു ക്യാൻ ചെക്ക്, നിങ്ങൾക്ക് വാർത്ത ചെക്ക് ചെയ്യാം, അന്നാണ് റിലീസ് ചെയ്യപ്പെട്ടത്. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വാർട്ടർ എന്ന് റിലീസ് ചെയ്യപ്പെടും നവംബർ ലാസ്റ്റിലായിരിക്കും. നവംബർ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ് ആ സമയത്ത് കാണുമെങ്കിൽ ചെക്ക് ചെയ്യണം, ഞാൻ വെറുതെ പറഞ്ഞാണോ, ഞാൻ തള്ളുവാണോ, അത് സത്യമാണോ എന്ന്. സോ വെനെവർ യു ആർ ഹിയറിംഗ് സംതിങ് യു ഹാവ് ടു ക്ലാരിഫൈ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? റിയൽ ലൈഫിൽ കാണുന്ന കാര്യമായിട്ട് എന്ത് ചെയ്യുക? അത് ക്ലാരിഫൈ ആയിട്ട് നോക്കുക. അതുപോലെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഡേറ്റ എന്ന് വരും? ഫെബ്രുവരി അവസാനം വരും. ജാൻ, ഫെബ്, മാർച്ച് ഡേറ്റ എപ്പോ വരും? മെയ് ലാസ്റ്റിലായിരിക്കും വരുന്നത്. സോ യു ക്യാൻ സി ഹിയർ, യു ക്യാൻ സി ഇത് 2020-21 ഡേറ്റയാണ്. സോ 2021 ഡേറ്റ, ഇത് വന്ന ഡേറ്റ് എന്താണെന്ന് അറിയുമോ? മെയ് 31 എന്ത് ആ ഡേറ്റ കംപ്ലീറ്റ് വന്നത്. സോ ജൂൺ 1 തൊട്ട് പിറ്റേ ദിവസം എന്ത് ഈ വാർത്ത വന്നത്. സോ യു ക്യാൻ സി GDP ഡേറ്റ ഈസ് റിലീസ്ഡ് വിത്ത് എ ലാഗ് ഓഫ് 2 months. 2 മാസത്തെ ലാഗ് അടിച്ചാണ്, 2 മാസത്തെ ലാഗിലാണ് എന്ത് GDP ഡേറ്റ റിലീസ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് about the quarterly estimation of GDP. We will discuss the growth measurement in the next class. Next class
എങ്ങനെയാണ് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് നമുക്ക്. ഓക്കെ, സോ hereby we can conclude today's session. നമുക്ക് എന്നാ സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും എന്ത് പറയുന്നു? ഉണ്ടോ? എനി ഡൗട്ട് ടു ബി ക്ലാരിഫൈഡ്? അല്ലേ ഡൗട്ട് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. എനി ഡൗട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ 2 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? 8281 നമ്പർ ഉണ്ട്, 8137 നമ്പർ ഉണ്ട്. യു ക്യാൻ മെസ്സേജ് മീ ഇൻ എനി ഓഫ് ദ നമ്പർ. മെസ്സേജ് കാണുന്ന മുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യാം? ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. ക്ലാസ്സിൽ പറയേണ്ടതാണെങ്കിൽ ക്ലാസ്സിൽ പറയാം. അന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് 15 മിനിറ്റ്സ് ഡൗട്ട് ക്ലിയർ സെഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ക്ലാരിഫൈ എനി ഡൗട്ട്. നമുക്ക് എന്നാ എൻഡ് ചെയ്യാം. നാളെ രാവിലെ 6 മണിക്കാണ്, മറക്കരുത്. സോ നാളെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഡേറ്റ് തരാം, നെക്സ്റ്റ് വീക്കിന്റെ ക്ലാസ് ഡേറ്റ് തരാം. ഞായറാഴ്ച ഇല്ല, കാരണം ഞായറാഴ്ച എനിക്ക് 2 സെഷൻ ഉണ്ട്, തൃശ്ശൂർ പോകണം. സോ 2 സെഷൻ ഉണ്ട്, മോർണിംഗ് ഈവനിങ് ഉണ്ട്. സോ ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഓൺ സൺഡേ. മൺഡേ തൊട്ട് ക്ലാസ് കാണും. ഞാൻ നെക്സ്റ്റ് വീക്കിലെ ക്ലാസ് ഞാൻ അടുത്ത ദിവസം പറയാം. ശരി എന്നാ.